കർത്താവിന് ശുശ്രൂഷ ചെയ്യണം. നമ്മൾ ഈ ആലയത്തിലും അതുപോലെ ഓൺലൈനിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാവരും ഈ 2 മണിക്കൂർ സമയം എങ്ങനെയായിരിക്കണം? സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യണം. ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. പാട്ട് പാടിക്കൊണ്ട് വരാനാണ് കർത്താവ് പറയുന്നത്. ഗാനാലാപത്തോടെ. ഗാനാലാപനം പാടില്ലെന്ന് കള്ളുഷാപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ പള്ളിയിൽ ഗാനാലാപനം ആവാം. അപ്പോൾ ഗാനാലാപനത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുവിൻ. പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഇനി അതിൻ്റെ പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വചനം എങ്ങനെയാണ്? 100-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യം. കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ, സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. ശ്രദ്ധിക്കാമോ? കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ, സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. 2 കാര്യം. 1 കവാടം, 2 മുറ്റം. ഇപ്പം നമ്മൾ ഈ പള്ളിയിലേക്ക് കയറുമ്പോൾ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഒരു കവാടം അവിടെ ഉണ്ട്. കവാടം. ആ കവാടം കടന്ന് നമ്മൾ ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ ഈ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ മുറ്റം. ഇപ്പൊ കർത്താവ് പറയുകയാണ്, പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് ഗേറ്റ് കടക്കും. പാട്ടുപാടി ദൈവത്തെ ആരാധിച്ച് അതിനുശേഷം സ്തുതിഗീതങ്ങൾ, ദൈവത്തെ സ്തുതിക്കുന്ന സമയത്ത് മുറ്റത്തേക്ക് കടക്കും. ഇത് ഒരു ഘട്ടമാണ്, വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അതായത് നമ്മൾ പാടി ആരാധിക്കുന്ന സമയത്ത് ഈ ദൈവിക അന്തരീക്ഷത്തിലേക്ക് ആ ഗേറ്റ് നമ്മൾ കടക്കുകയാണ്. ലോകത്തിൻ്റെ വ്യഗ്രതകൾ വിട്ട് ദൈവിക അന്തരീക്ഷത്തിൻ്റെ കവാടങ്ങളിലേക്ക് കടക്കുന്നു. എന്ത് ചെയ്യുമ്പോൾ? പാട്ട് പാടുമ്പോൾ. അതുകൊണ്ട് നന്നായിട്ട് പാട്ട് പാടിയാൽ പെട്ടെന്ന് ഈ ഗേറ്റ് കടക്കാൻ പറ്റും. ലോകത്തിൽ നിന്ന് പെട്ടെന്ന് മുറിഞ്ഞ് ദൈവമേഖലയിലേക്ക് പ്രവേശിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഉത്തമമായ ഒരാത്മീയ ഉപാധിയാണ് പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ സമയം കളയാനല്ല പാടുന്നത്, മറിച്ച് പാടുമ്പോൾ പെട്ടെന്ന് നമ്മൾ കവാടങ്ങൾ കടക്കും. അങ്ങനെ പാടി ദൈവത്തെ സ്തുതിക്കുന്ന സമയത്ത് പാട്ടിനോട് ചേർന്ന് നമുക്കറിയാം, നമ്മൾ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ കർത്താവിൻ്റെ ആ പരിശുദ്ധ സാന്നിധ്യത്തിൻ്റെ തിരുമുറ്റത്തേക്ക് നമ്മൾ കടക്കും. പിന്നീട് ദൈവവചനം കേൾക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഇതൊരു പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് കവാടങ്ങൾ കടക്കാൻ എന്ത് ചെയ്യണം? പാടി ആരാധിക്കണം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് നന്നായിട്ട് പാടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മളിൽ വന്ന് നിറയാൻ നമ്മൾ ആദ്യം പരിശുദ്ധാത്മാവെ ശക്തി പകർന്നിടണമേ എന്ന പാട്ട് പാടി ഇപ്പോൾ ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ദൈവത്തിൻ്റെ ചൈതന്യം നമ്മളിൽ നിറയാൻ ആഗ്രഹിക്കണം. ഈ പാട്ട് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. അതിന് പ്രത്യേകിച്ച് പുസ്തകത്തിൻ്റെയും പാട്ട് ഷീറ്റിൻ്റെയും ആവശ്യമില്ല. അതുകൊണ്ട് കണ്ണടച്ച് അതിൻ്റെ വരികൾ ഹൃദയത്തിൽ ധ്യാനിച്ച് നന്നായിട്ട് പാടണം. നമ്മൾ കുറേ സമയം എടുത്ത് ഈ പാട്ട് പാടാൻ പോവുകയാണ്. അപ്പോൾ ഇത് പാടി പ്രാർത്ഥിച്ച് ആരാധിക്കുന്ന സമയത്ത് നമ്മൾ കർത്താവിൻ്റെ അങ്കണത്തിലേക്ക്, കർത്താവിൻ്റെ ആലയത്തിലേക്കും കർത്താവിൻ്റെ അങ്കണത്തിലേക്കും ആ പ്രവേശന കവാടം കടക്കും. നമ്മൾ ദൈവമേഖലയിലേക്ക് പ്രവേശിക്കും. കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവപ്രവൃത്തികൾ സംഭവിക്കും. നമ്മുടെ മനസ്സിലേക്കും ശരീരത്തിലേക്കും ആത്മാവിലേക്കും ദൈവമായ കർത്താവിൻ്റെ ശക്തി വന്ന് നിറയും. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ. ആത്മാവിന് വേണ്ടി ദാഹിച്ച് ഉച്ചത്തി പ്രാർത്ഥിച്ചേ. ഹാലലുയ 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 ഹാലലുയ. കുറെ കൂടി സ്വരം ഉയർത്തി സ്തുതിച്ചേ. ഹാലലുയ 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 പറഞ്ഞേ. ഹല്ലേലുയ. ഉച്ചത്തി പറഞ്ഞേ. ഹല്ലേലുയ ഹല്ലേലുയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കുറച്ച് സമയം നമ്മളായിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇന്നാളെ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മളിങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ മണിക്കൂറുകൾ ചെലവഴിക്കുന്നതിന് ഒരുപാട് പ്രയോജനമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിരന്തരം നമ്മൾ ഓർമ്മിക്കുന്നത് ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കും. അതായത് നമ്മൾ ഈ കർത്താവിൻ്റെ ഇപ്പോൾ 1 മണിക്കൂർ നമ്മൾ കർത്താവിൻ്റെ ആലയത്തിലായിരിക്കുന്നു, അല്ലെ 2 മണിക്കൂർ ഇന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു. ഈ സമയം സത്യത്തിൽ വലിയ നിക്ഷേപമാണ്. അതായത് നമുക്ക് ജീവിതത്തിൽ വെറുതെ പാഴായി പോകുന്ന അനേകം മണിക്കൂറുകളെ ഈ മണിക്കൂറുകൾ സംരക്ഷിക്കും. അതായത് നമ്മൾ കർത്താവിൻ്റെ ആലയത്തിലായിരിക്കുന്ന ഈ സമയം, അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഈ സമയം പാഴായി പോവേണ്ട അനേകം മണിക്കൂറുകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരും. സത്യത്തിൽ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ക്വാളിറ്റേറ്റീവായി ഗുണപരമായി
ഗുണമേന്മയോടെ നമ്മൾ ജീവിക്കുന്നത് ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമാണ്. ഉദാഹരണത്തിന്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ചോദിച്ചാൽ, ദൈവം നമ്മെ സൃഷ്ടിച്ചത് കർത്താവിനോട് കൂടെ ആയിരിക്കാനാണ്. അതുകൊണ്ടാണ് ദൈവം ആദത്തെയും ഹവ്വായെയും സൃഷ്ടിച്ച ഉടനെ അവരെ ദൈവസാന്നിധ്യത്തിൻ്റെ ഏദൻ തോട്ടത്തിലാക്കിയത്. കർത്താവിൻ്റെ സാന്നിധ്യമുള്ള ഏദൻ്റെ കന്നിമണ്ണിൽ പറുദീസയിൽ അവരെ പാർപ്പിച്ചതിൻ്റെ കാരണം മനുഷ്യൻ ദൈവത്തോട് കൂടെ ആയിരിക്കണം എന്ന ദൈവത്തിൻ്റെ ആദിമ ആഗ്രഹമായിരുന്നു അത്. ദൈവത്തിൻ്റെ ഒറിജിനൽ ഇൻറ്റൻഷൻ, കർത്താവിൻ്റെ പുരാതന സ്വപ്നമായിരുന്നു അത്. അതായത് നമ്മൾ ദൈവത്തോട് കൂടെ ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് മനുഷ്യൻ പാപം ചെയ്ത് പാപത്തിൻ്റെ സന്തോഷങ്ങൾ വലുതായിട്ട് കണ്ടു. ദൈവത്തോട് കൂടെ ആയിരിക്കുന്നതിനേക്കാൾ മനുഷ്യൻ പാപത്തിൽ ആയിരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തി. അതാണ് മനുഷ്യൻ്റെ തകർച്ച. ആദത്തിൻ്റെ ആദ്യ പാപം മുതൽ മാനവരാശി പിന്നീട് തലമുറകളായി ആവർത്തിച്ച ഓരോ പാപവും ദൈവത്തോട് മനുഷ്യൻ പറയുകയായിരുന്നു, കർത്താവേ, നിന്നോടൊപ്പം ആയിരിക്കുന്നതിലും ഞങ്ങൾക്ക് സന്തോഷം പാപത്തിൻ്റെ സന്തോഷമാണ്. അപ്പം ഈശോ അതിന് പരിഹാരമായിട്ട് ഭൂമിയിലേക്ക് വന്നു. അപ്പം അതിന് പരിഹാരമായി കർത്താവ് ഭൂമിയിലേക്ക് വന്നിട്ട് കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഭാഗത്ത് ഇങ്ങനെ പറയുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്, ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം ഒന്നാമത്തേത് തന്നോടുകൂടെ ആയിരിക്കുന്നതിനും. അപ്പം നിങ്ങളിത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അതായത് ഏദൻ തോട്ടത്തിലെ ദൈവത്തിൻ്റെ പുരാതന സ്വപ്നമാണിത്. ആദ്യം മുതലേ ഉണ്ടായിരുന്ന സ്വപ്നമാണിത്. എന്നാൽ ആ വഴിക്ക് നിന്ന് മനുഷ്യൻ മാറിപ്പോയി കഴിഞ്ഞ് കർത്താവ് ആ പാപത്തിന് പരിഹാരം ചെയ്തു കഴിഞ്ഞ് കർത്താവ് ഇതാ ശിഷ്യന്മാരെ തൻ്റെ കൂട്ടുകാരായി ചേർത്ത് കഴിയുമ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങളെ ഞാൻ വിളിച്ചിരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം നമ്മൾ ഒരുമിച്ചായിരിക്കണം. എന്നിട്ട് ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ അവിടെ ഇങ്ങനെ കർത്താവ് പറയും, കർത്താവേ, നമ്മളായിരിക്കുന്നിടത്ത് അവരും ആയിരിക്കേണ്ടതിനാണ് ഇത് ശ്രദ്ധിച്ചേ. ഈശോ പറയുകയാണ്, ഈശോയും പിതാവും ആയിരിക്കുന്നിടത്ത് ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ഒന്നാവാനാണ്, നമ്മോട് ചേർന്നിരിക്കാനാണ് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. സത്യത്തിൽ കർത്താവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മൾ ഈശോയോട് ചേർന്ന് ഒട്ടിച്ചേർന്നിരിക്കുക എന്നാണ്. സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നത് പോലെ എൻ്റെ ആത്മാവ് അങ്ങയുടെ ആത്മാവിനോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ ഏതെല്ലാം കാര്യങ്ങളിൽ വ്യാപരിക്കുമ്പോഴും കർത്താവിനോട് ഒന്നായിരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പരിശീലനമാണ് ഈ ജാഗരണ പ്രാർത്ഥനകൾ. കർത്താവിനോട് ചേർന്നിരിക്കാനുള്ള ആ ദൈവത്തിൻ്റെ ഇൻവിറ്റേഷൻ ലെറ്റർ സന്തോഷത്തോടെ സ്വീകരിച്ച് ഈ രാത്രിയിൽ ഇവിടെ എത്തിയവരാണ് നമ്മളെല്ലാവരും. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ എന്തുമാത്രം ദൈവം സന്തോഷിക്കുന്നുണ്ട്. മർത്തയോട് കർത്താവ് പറയുന്നില്ലേ, മർത്താ നീ ഒരുപാട് കാര്യത്തെക്കുറിച്ച് വ്യഗ്രചിത്തയായിരിക്കുന്നു. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. മറിയം കർത്താവിൻ്റെ പാദാന്തികത്തിലിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ദേവാലയത്തിലായിരിക്കുക എന്നല്ല അത്, മറിച്ച് എപ്പോഴും ഹൃദയം കൊണ്ട് കർത്താവുമായി സമ്പർക്കത്തിലായിരിക്കാനുള്ള ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം, അത് പൂർത്തിയാക്കാനുള്ള നമ്മുടെ പരിശ്രമങ്ങളുടെ ഭാഗമാണ് ഈ ജാഗരണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പൊ നമ്മൾ ഈശോയോട് ഒന്നായിട്ടിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. എനിക്ക് ബൈബിളിൽ വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു വചനം ഞാൻ പറയാം. എനിക്ക് ഭയങ്കര വായിക്കുമ്പോൾ എനിക്ക് കണ്ണ് നിറയുന്നൊരു വചനമാണിത്. സങ്കീർത്തനം 73:25 വചനം. സങ്കീർത്തനം 73:25. സങ്കീർത്തനം 73:25 ഇങ്ങനെയാണ്, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ദാവീദ് ചോദിക്കുകയാണ്, കർത്താവേ, സ്വർഗത്തിൽ നീയല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ ആരെയും തേടുന്നില്ല. ഇതാണത്. കർത്താവേ, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ ആരെയും തേടുന്നില്ല. അപ്പൊ സ്വർഗത്തിലും ഭൂമിയിലും എനിക്ക് നീ മാത്രം മതി. നീയാണ് എൻ്റെ ആനന്ദം, നീയാണ് എൻ്റെ പരമമായ സന്തോഷം എന്ന് പറയുന്നതാണ്. അതാണ് ജാഗരണം. ദൈവത്തോട് ചേർന്നിരിക്കുകയാണ് നമ്മൾ. ഇനി ആ സങ്കീർത്തനം അവസാനിക്കുന്നത് മനോഹരമായിട്ടാണ്. 73-ാം സങ്കീർത്തനത്തിന്റെ 28-ാം വാക്യം എങ്ങനെയാണ്? എന്തെന്നാൽ എൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ.
എന്തെന്നാൽ എൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഭാര്യ നിന്നെ സന്തോഷിപ്പിച്ചു എന്ന് വരില്ല, ഭർത്താവ് നിനക്ക് ആനന്ദമായി എന്ന് വരില്ല, മക്കള് നീ വിചാരിക്കുന്ന വഴിയിൽ നിനക്ക് ആനന്ദമായി എന്ന് വരില്ല. ഉറ്റവരും ഉടയവരും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികളും നമ്മൾ ഇത്ര കാലം എന്തിനു വേണ്ടിയൊക്കെ ഓടിയോ എന്തിനു വേണ്ടിയൊക്കെ പടവെട്ടിയോ ആത്യന്തികമായി അതൊന്നും നമ്മെ സന്തോഷിപ്പിക്കണമെന്നില്ല. ജീവിതത്തിൽ ഒരു നാഴിക വന്നു ചേരും. സഭാപ്രസംഗകൻ 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയും, ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് പറയുന്ന ഒരു ദുർദിനം. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് സഭാപ്രസംഗം പറയുകയാണ്, നിന്റെ ചെറുപ്പത്തിലെ നീ ദൈവത്തെ അറിയുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ആരാധനാലയത്തിൽ വന്ന് ഇവിടെ ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരുമിച്ചായിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഇതാണ് നമ്മൾ ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിന് വില കൊടുക്കുകയാണ്. ദൈവമേ, നീയാണ് എൻ്റെ ആനന്ദം. ഞാൻ ഈ ഭൂമിയിൽ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്നു, ഒന്നും എന്നെ സന്തോഷിപ്പിച്ചില്ല. എല്ലാ ഓട്ടങ്ങൾക്കും പടയോട്ടങ്ങൾക്കും ഒടുവിൽ ക്ഷീണിച്ചും തപിച്ചും ദുഃഖിച്ചും നിരാശപ്പെട്ടും ഞാൻ തിരിച്ചറിയുകയാണ്, എന്നെ ഒന്നും സന്തോഷിപ്പിച്ചില്ല. കർത്താവേ, നീ മാത്രമാണ് എൻ്റെ ആനന്ദം. സങ്കീർത്തനം 73:25, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ ആരെയും തേടുന്നില്ല, ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. ഹൃദയം തുറന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് നമ്മൾ ഈ രാത്രിയിലായിരിക്കുമ്പോൾ എനിക്കൊരു കാര്യത്തിൽ വളരെ ഉറപ്പുണ്ട്. എന്തെന്നറിയാമോ? ഈശോയ്ക്ക് വലിയ സ്നേഹമായിരിക്കും ഈ മണിക്കൂറുകളിൽ നമ്മളിവിടെ ആയിരിക്കുമ്പോൾ. കർത്താവിന് വിവരിക്കാനാവാത്ത, വർണ്ണിക്കാനാവാത്ത, അളക്കാനാവാത്ത ഒരു സ്നേഹം കർത്താവ് നമ്മുടെ മേൽ വർഷിക്കുന്നുണ്ട് ഈശോയോട് ചേർന്നിരിക്കുന്ന സന്ദർഭങ്ങളിൽ. ബഹുമാനപ്പെട്ട ബ്രദർ തോമസ് പോള്, അദ്ദേഹം നിത്യാരാധന ചാപ്പലുകൾ കേരളത്തിൽ ഏതാണ്ട് 100 കണക്കിന്, ഇന്ത്യയിൽ 100ഓളം നിത്യാരാധന ചാപ്പൽ ഉണ്ടാക്കാൻ ഒരു കാലത്ത് കർത്താവ് അദ്ദേഹത്തിന് പ്രേരണ നൽകി. അങ്ങനെ അതനുസരിച്ച് തോമസ് പോൾ ബ്രദർ പ്രാർത്ഥിച്ചും ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നുപോയും എല്ലാം അദ്ദേഹം ഇന്ത്യയിൽ ഏതാണ്ട് 100ഓളം സ്ഥലങ്ങളിൽ നിത്യാരാധന കേന്ദ്രങ്ങൾ രൂപതകളിൽ സ്ഥാപിക്കുന്നതിന് അദ്ദേഹം പ്രത്യക്ഷമായോ പരോക്ഷമായോ കാരണമായി. അപ്പം ആ കാലഘട്ടങ്ങളിൽ കർത്താവ് അദ്ദേഹത്തെ വിദേശത്തേക്ക് നയിച്ചു. വിദേശത്തേക്ക് പോയി കഴിഞ്ഞ് ജർമ്മനി എന്ന് പറയുന്ന രാജ്യം ഇന്ന് വിശ്വാസ പ്രതിസന്ധി നേരിടുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ 1ാമത് നിൽക്കുന്ന ഒരു രാജ്യമാണ് ജർമ്മനി. അപ്പൊ ഈ ജർമ്മനിയിൽ അദ്ദേഹം ശുശ്രൂഷ ആരംഭിക്കാൻ കർത്താവ് പ്രചോദനം നൽകിയ ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹം അവിടെ നിത്യാരാധന ശുശ്രൂഷ തുടങ്ങി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ആരംഭിച്ചിട്ട് കർത്താവ് അദ്ദേഹത്തോട് ഒരിക്കൽ പറഞ്ഞു, നീ രാത്രി മുഴുവൻ എൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം അദ്ദേഹം രാത്രി മുഴുവൻ കർത്താവിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആ രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് പറയുകയാണ്, തോമസ് പോൾ, നീ എൻ്റെ അടുത്തിരിക്കുന്ന ഒരു ദിവസം നിനക്ക് 1000 ദിവസങ്ങൾ പോലെയാണ്. അപ്പം അദ്ദേഹം പറയുകയാണ്, കർത്താവേ, വചനം അങ്ങനല്ലല്ലോ, അന്യസ്ഥലത്ത് 1000 ദിവസങ്ങളായിരിക്കുന്നതിനേക്കാൾ അങ്ങയുടെ സന്നിധിയിൽ ഒരു ദിവസം, അങ്ങനല്ലേ വചനം. കർത്താവ് പറയുന്നത്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കടാ, നീ എൻ്റെ അടുത്തിരിക്കുന്ന 1 മണിക്കൂർ നിനക്ക് 1000 ദിവസങ്ങളാണ്. തോമസ് പോളിന് അത് മനസ്സിലായില്ല എന്താണെന്ന്. അദ്ദേഹം ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു കൊടുത്തു, നീ ഒരു ദിവസം എൻ്റെ അടുത്തിരുന്നാൽ പാഴായി പോവേണ്ട 1000 ദിവസങ്ങൾ നിനക്ക് മാറിപ്പോവുകയാണ്. ഒരു ദിവസം കർത്താവിൻ്റെ അടുത്തിരിക്കുമ്പോൾ പാഴായി പോകേണ്ട 1000 ദിവസങ്ങൾ ഇല്ലാതാവുകയാണ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് ഒരു ഗുണമേന്മ കിട്ടുകയാണ്. ജീവിതത്തിൽ ഞാൻ ഓർക്കാറുണ്ട്, എന്തുമാത്രം സമയമാണ് വെറുതെ പോകുന്നത്, വെറുതെ ഒരു കാര്യമില്ലാതെ, ഒരു ഗുണമേന്മയില്ലാതെ എന്തുമാത്രം സമയമാണ് വെറുതെ പോകുന്നത്. കർത്താവ് പറയുകയാണ്, നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു ക്വാളിറ്റി വരികയാണ്. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ ശുശ്രൂഷയിൽ വളരെ തിരക്കിട്ട് ഓടുന്നൊരു സമയത്ത് എൻ്റെ കൂട്ടായ്മയിൽ ഒരു സഹോദരന് കർത്താവ് ഒരു സന്ദേശം കൊടുത്തു. 120 മണിക്കൂർ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഡാനിയേൽ അച്ഛനോട് പറയാൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഓടുന്ന സമയമാണ്. അപ്പം ഞാൻ ഓർത്തു 120 മണിക്കൂർ. അപ്പം ഞാൻ ഇങ്ങനെ കണക്ക് കൂട്ടി, 120 ദിവസം. 120 ദിവസം എന്ന് പറഞ്ഞാൽ 4 മാസം. ഞാൻ കണക്ക് കൂട്ടുകയാണ്. 4 മാസം എടുക്കും കർത്താവ് പറഞ്ഞത് ചെയ്യാൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ അങ്ങനെ തീരുമാനിച്ചിരുന്നു. ഒരു വിദേശ രാജ്യത്ത് ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങിയെത്തി.
ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു, എനിക്ക് നല്ല പനി പിടിച്ചു. അത് ഡെങ്കു ഫീവർ ആണെന്ന് ഡോക്ടർ ഐഡൻറ്റിഫൈ ചെയ്തു. 15 ദിവസം ഞാൻ കിടപ്പിലായി. ഞാനിങ്ങനെ കണക്ക് കൂട്ടി നോക്കി. അത് കഴിഞ്ഞിട്ട് ആ ദിവസങ്ങളിൽ എല്ലാ ശുശ്രൂഷകളും ക്യാൻസൽ ചെയ്തു. അത് കഴിഞ്ഞ് പാലാ താബോറിൽ ഒരു ധ്യാനം, താമസിച്ചുള്ള ധ്യാനമാണ് അതിനുശേഷം നടത്തുന്നത്. ആ 15 ദിവസം കഴിഞ്ഞ് ഞാൻ വെറുതെ ഒരു ദിവസം ഇങ്ങനെ കണക്ക് കൂട്ടി നോക്കി. ഒരു മനുഷ്യൻ ജോലി ചെയ്യുന്ന മണിക്കൂർ ഏതാണ്ട് 8 മണിക്കൂറാണ്. വർക്കിംഗ് അവേഴ്സ് 8 മണിക്കൂറാണ്. 15 × 8 = 120 മണിക്കൂർ. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട അതായത് ദൈവം ഇത് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് കടന്ന്, എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നമ്മൾ ഒത്തിരി കടന്നങ്ങ് തലകുത്തി മറിഞ്ഞ് ശുശ്രൂഷ ചെയ്യുന്നതിനേക്കാളൊക്കെ ദൈവം ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ അടുത്തിരിക്കുക, കർത്താവിൻ്റെ സ്വരം കേൾക്കുക. നമ്മൾ ഒരുപാട് കടന്ന് ഓടുന്നതിനേക്കാളും ഒക്കെ പ്രയോജനമാണ് ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നത്. ഹൃദയം തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവർ, ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കുന്നത് ഈശോ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ യേശുവിനെ കുറിച്ചാണ് പറഞ്ഞത്, കർത്താവിൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് ഞാൻ നിങ്ങളോട് ഈ രാത്രി പറയാൻ എനിക്ക് പ്രചോദനം കിട്ടുന്നത് കർത്താവിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൻ്റെ ആദ്യത്തെ ഭാഗമാണ്. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നിട്ട് ആദ്യം ഒരു പ്രസംഗം പ്രസംഗിച്ചു. സുവിശേഷം പറയുന്നത്, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിലാണ് ആ പ്രസംഗം. കർത്താവ് ഭൂമിയിലേക്ക് വന്നിട്ട് നടത്തിയ ആദ്യത്തെ പ്രഭാഷണമാണിത്. അതിന് 2 വരികളേ ഉള്ളൂ ആ പ്രഭാഷണം. അത് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യമാണ്. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക നമ്മൾ വിടുകയാണ്. ആദ്യ ഭാഗമാണ് ഇന്നത്തെ ചിന്താവിഷയം. അതായത് ഈശോ പറയുകയാണ്, സമയം പൂർത്തിയായി, ദൈവരാജ്യം ഇതാ സമീപിച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോവാണ്. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പൊ സമയമായി. എന്തിന് സമയമായി? കർത്താവിൻ്റെ രാജ്യം സമാഗതമാകുന്നതിൻ്റെ സമയമായി. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരു വ്യക്തത കിട്ടേണ്ടത്, എന്താണ് ഈ ദൈവത്തിൻ്റെ രാജ്യം? എന്താണ് ദൈവരാജ്യം? ഇതാ വന്നു കഴിഞ്ഞു കർത്താവ് പറയുകയാണ്. എന്താണ് ഈ ദൈവരാജ്യം? അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇതിൽ അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് പശ്ചാത്തലത്തിലേക്ക് പോകണം. ഈശോ എന്തുകൊണ്ടാണ് ആവർത്തിച്ച് ഈശോ പറഞ്ഞുകൊണ്ടിരുന്ന വാക്കാണ് ദൈവരാജ്യം? ഈശോ പറഞ്ഞ സെന്റൻസുകളെയെല്ലാം അപഗ്രഥിക്കുന്ന ബൈബിൾ പണ്ഡിതന്മാർ ഈശോ ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്കായിട്ട് പറയുന്നത് ആബ എന്ന വാക്കാണ്. ഈശോ പറഞ്ഞ വാക്കുകളിൽ, വൊക്കാബുലറിയിൽ, ദ സെക്കൻഡ് റിപ്പീറ്റഡ് വേർഡ് ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം. ഈശോ ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്കുകളിൽ ഒന്നാണിത്, ദൈവരാജ്യം. ഫ്രീക്വന്റ് ആയിട്ട് കർത്താവിന്റെ വായിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരുന്ന ഒരു വാക്കാണിത്, ദൈവരാജ്യം, സ്വർഗരാജ്യം, ദൈവരാജ്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ പുതിയ നിയമസഭയിൽ ജീവിക്കുന്ന മക്കള് ഇതിനെക്കുറിച്ചൊരു വ്യക്തത കിട്ടണം. എന്താ ഈ ദൈവരാജ്യം? കർത്താവ് എന്താ ഉദ്ദേശിക്കുന്നത്? കർത്താവ് പറയാണ്, മക്കളെ, ഇതാ ദൈവരാജ്യം വന്നു കഴിഞ്ഞു. എന്താ ഈ വന്നേ? എന്താ അതിന്റെ എസൻസ് എന്താണ്? എന്താണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്? ഇത് കിട്ടിയ, ഈ ക്ലിക്ക് കിട്ടിയാൽ പിന്നെ എളുപ്പമാണ്. പിന്നെ ബൈബിള്, ഈ സുവിശേഷം വായിക്കുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. പിന്നെ അതുകൊണ്ട് ഇത് താക്കോലാണ്, താക്കോൽ വാക്യമാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഇതാണ് ദൈവരാജ്യം. ഈ ദൈവരാജ്യം 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 എന്ന് ഈശോ ആവർത്തിച്ച് പറയുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. ഉദാഹരണത്തിന് ഈശോ പറയാണ്, സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായി തീർന്ന ഏത് നിയമജ്ഞനും, ഇപ്പൊ പറയാണ്, നിയമജ്ഞൻ മാനസാന്തരപ്പെട്ടതിനെ കുറിച്ച് പറയുകയാണ്, സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായി തീർന്ന. യേശു തന്റെ കൂട്ടായ്മയെ വിളിച്ചത് ദൈവരാജ്യത്തിന്റെ കൂട്ടായ്മ എന്നാണ്. ദൈവരാജ്യം. എന്തുകൊണ്ടാണ് ഈ കർത്താവ് ഈ ദൈവരാജ്യം ഈ വാക്ക് ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? പശ്ചാത്തലം ഇതാണ്. പഴയ നിയമ ജനത യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഭൗതിക രാജ്യത്തിലേക്കാണ്. ശ്രദ്ധിച്ചേ, പഴയ നിയമ ജനത യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഏർത്ത്ലി കിങ്ഡത്തിലേക്കാണ്. ഏതായിരുന്നു ആ ഭൗതിക രാജ്യം? കാനാൻ ദേശം, ഇന്നത്തെ ഇസ്രായേൽ, ഇന്നത്തെ വിഭജിത ഇസ്രായേൽ, അല്ലെങ്കിൽ ഇസ്രായേലും പാലസ്തീനും ചേർന്ന ആ അവിഭക്ത അൺഡിവൈഡഡ് ഇസ്രായേൽ, അതിലേക്കായിരുന്നു പഴയ നിയമ ജനതയുടെ യാത്ര. ശ്രദ്ധിച്ചിരിക്കാം, അത് തുടങ്ങുന്നത് അബ്രാഹത്തിലാണ്. യെശയ്യാ പ്രവചനം 50-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കും, കർത്താവിനെ അന്വേഷിക്കുന്നവരെ, രക്ഷ തേടുന്നവരെ, എന്റെ വാക്ക് കേൾക്കുവിൻ. യെശയ്യാ 51 1-ാം വാക്യമാണത്.
കർത്താവിനെ അന്വേഷിക്കുന്നവരെ, രക്ഷ തേടുന്നവരെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും നോക്കുവിൻ. അബ്രാഹാം ഏകനായിരിക്കെ അവനെ ഞാൻ വിളിച്ചു. അങ്ങനെയാണത് പറയുന്നത്. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും നോക്കുവിൻ. നിങ്ങളുടെ പിതാവായ അബ്രാഹത്തെയും നിങ്ങളെ വഹിച്ച സാറായെയും നോക്കുവിൻ. അബ്രാഹാം ഏകനായിരിക്കെ ഞാൻ അവനെ വിളിച്ചു. അങ്ങനെയാണ് അതെല്ലാം തുടങ്ങുന്നത്. ഈ രക്ഷയുടെ ചരിത്രം തുടങ്ങുന്നത് അങ്ങനെയാണ്. ഒരു മനുഷ്യൻ ഏകനായിരിക്കെ അവനെ വിളിച്ചു. എന്താണ് ഈ ഏകനായിരിക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? അതായത് ഇന്ന് ഡാനിയേലച്ചൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ എങ്ങനെ ശുശ്രൂഷ ചെയ്യണമെന്നതിന് കേരളത്തിൽ എനിക്ക് മാതൃകയായി അനേകം വൈദികരുണ്ട്, ഇല്ലേ? ഇതിനാണ് പ്രീസീഡൻസ് എന്ന് പറയുന്നത്. അതായത് ഞാൻ ഒരു കരിസ്മാറ്റിക് ശുശ്രൂഷ ചെയ്യുന്ന വചനപ്രഘോഷകനാണെങ്കിൽ ആ വചനപ്രഘോഷകന് എങ്ങനെയാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ, ലോകത്ത് ഈ ശുശ്രൂഷ ചെയ്യേണ്ടത് എന്നതിന് കേരളത്തിലും ഭാരതത്തിലും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഈ മുമ്പ് എന്നെക്കാൾ ഒരുപാട് കാലം മുമ്പ് ഈ ശുശ്രൂഷ ചെയ്ത് മരിച്ച, ഇപ്പോൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന അനേക ആളുകളുണ്ട് എനിക്ക് മാതൃകയായിട്ട്. എന്നാൽ അബ്രാഹത്തെക്കുറിച്ച് ദൈവം പറയുകയാണ്, അബ്രാഹം ഏകനായിരിക്കെ ദൈവം അവനെ വിളിച്ചു എന്ന് പറഞ്ഞാൽ അബ്രാഹത്തിന് മുൻ മാതൃകകൾ ഇല്ല. അബ്രാഹത്തിനെ കണ്ടുപിടിക്കാൻ ആരുമില്ല. അബ്രാഹാം ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അബ്രാഹത്തെ ദൈവം വിളിച്ചു. ഞാൻ അത് വിശദീകരിക്കുന്നില്ല, പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാം. അങ്ങനെ അബ്രാഹത്തെ ദൈവം വിളിച്ചിട്ട് അബ്രാഹത്തോട് ദൈവം പറയുകയാണ്, നീ താമസിക്കുന്ന സ്ഥലം ഉപേക്ഷിച്ച് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകണം. അങ്ങനെയാണ് ഈ യാത്ര, കാനാനിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. അങ്ങനെ അബ്രാഹത്തെ ദൈവം നയിച്ച് കാനാനിലേക്ക് കൊണ്ടുവന്നു. അവിടെ വന്ന് അബ്രാഹാം താമസിച്ചു. ഇസഹാക്ക്, യാക്കോബിന്റെ 12 മക്കൾ. ഈ 12 മക്കൾ, അങ്ങനെ യാക്കോബിന്റെ 12 മക്കളും അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ അതിലെ ഒരാളെ അടിമയായി ഈജിപ്തിലേക്ക് ദൈവം അയച്ചു. ആ അടിമയായിട്ട് പോയ ചെറുപ്പക്കാരനാണ് ജോസഫ്. പിന്നീട് ക്ഷാമം വരുന്നു. അതിലെ 11 മക്കളും അബ്രാഹവും കൂടി ഈജിപ്തിലേക്ക് യാത്രയാവുന്നു. പിന്നീട് അവർ അവിടെ താമസിക്കുന്നു. അവിടെ താമസിക്കുമ്പോൾ അവർ കാനാനിലല്ല, ഈജിപ്തിലാണ്. അങ്ങനെ ഈജിപ്തിൽ താമസിക്കുന്ന സമയത്ത് മോശയെ ദൈവം തിരഞ്ഞെടുക്കുന്നു. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഈ ജനതയെ വീണ്ടും കാനാനിലേക്ക് നയിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, അബ്രാഹത്തെ വിളിച്ചു, കാനാൻ എന്ന് പറയുന്ന ഭൗതിക രാജ്യത്തിലേക്ക് നയിച്ചു. അബ്രാഹത്തിന്റെ മക്കള് അടിമകളായി മാറി. ഈ അടിമത്തത്തിൽ നിന്ന് വീണ്ടും കാനാൻ എന്ന ഭൗതിക രാജ്യത്തിലേക്ക് നയിച്ചു. ഇനി ആ രാജ്യത്ത് അവർ ജീവിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് കുറെ നാളുകൾ കഴിയുമ്പോൾ അവരെ ബാബിലോണിയൻ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയി. ബാബിലോൺ അടിമത്തത്തിൽ ഈ ജനം ജീവിച്ചു. എസ്രാ, നെഹമിയ തുടങ്ങിയ പ്രവാചകന്മാരുടെ, പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ വീണ്ടും കാനാനിലേക്ക് നയിച്ചു. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനതയെ, അല്ലെങ്കിൽ പഴയ നിയമ ജനതയെ ശ്രദ്ധിച്ചിരിക്കുക. ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ പഴയ നിയമ ജനത യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഭൗതിക രാജ്യത്തിലേക്കാണ്. അതുകൊണ്ട് എന്നെ നന്നായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ. അതുകൊണ്ട് പഴയ നിയമത്തിൽ പറയുന്ന അനുഗ്രഹങ്ങളിൽ 99.9% അനുഗ്രഹങ്ങളും ഭൗതിക അനുഗ്രഹങ്ങളാണ്. കാരണം എന്താണ്? ഈ ജനതയെ ദൈവം നയിച്ചുകൊണ്ടിരുന്നത് ഒരു ഭൗതിക രാജ്യത്തിലേക്കാണ്. ഉദാഹരണത്തിന് നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ 12 അനുഗ്രഹങ്ങൾ നമ്മൾ കാണുകയാണ്. അത് മുഴുവൻ ഭൗതിക അനുഗ്രഹങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ ലോകത്തിൽ മാത്രം, ഈ ലോകരാജ്യത്തിൽ മാത്രം, ഈ ലോക വസ്തുക്കളിൽ മാത്രം, ഈ ലോകത്തെ അനുഗ്രഹങ്ങളിൽ മാത്രം കണ്ണു നട്ടിരുന്ന ഒരു ജനതയുടെ നടുമുറ്റത്ത് വന്ന് പിറന്നിട്ട് ഈശോ പറയുകയാണ്, നൗ വി നീഡ് ടു ടേക്ക് എ പാരഡൈം ഷിഫ്റ്റ്. നമുക്ക് ഒരു നല്ല വ്യത്യാസം വരുത്താൻ സമയമായി, നോട്ടം മാറ്റാൻ സമയമായി. ഇനിയുള്ള നോട്ടം ഇവിടേക്കല്ല, ഇതാ ഭൗതിക രാജ്യം സമാഗതമാവുകയല്ല, ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നിങ്ങളിത് വളരെ ശ്രദ്ധിക്കണം. അതായത് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് പുതിയ നിയമം ആരംഭിക്കുമ്പോൾ ഈശോ പറയുകയാണ്, മക്കളെ നോട്ടം മാറ്റാൻ സമയമായി. അതാണ് സമയം സമാഗതമായി എന്ന് പറഞ്ഞ അർത്ഥം. എല്ലാവരുടെയും നോട്ടം എവിടേക്കായിരുന്നു? ഭൗതിക രാജ്യത്തിലേക്കായിരുന്നു. ഭൗതിക രാജ്യത്തെ ഭൗതിക അനുഗ്രഹങ്ങൾ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ആരോഗ്യം തരും,
നിന്റെ ആഹാരവും പാനീയവും ആശീർവദിക്കും, രോഗങ്ങൾ നീക്കം ചെയ്യും, വന്ധ്യതയോ ഗർഭഛിദ്രം ഉണ്ടാവില്ല, നിനക്ക് ദീർഘായുസ് തരും, വയലേലകളിൽ നീ അനുഗ്രഹിക്കപ്പെടും, കൃഷിയിടങ്ങളിൽ അനുഗ്രഹിക്കപ്പെടും, പാത്രത്തിൽ മാവ് കുറയില്ല, കലത്തിലെ എണ്ണ വറ്റില്ല, നിന്നെ ആരും ഉപദ്രവിക്കില്ല, നിനക്ക് കടം വാങ്ങേണ്ടി വരില്ല, നിനക്കെതിരെ വരുന്ന ശത്രുക്കൾ 7 വഴിക്ക് പലായനം ചെയ്യും. എല്ലാ പഴയ നിയമത്തിലെ അനുഗ്രഹങ്ങൾ എടുത്തോളുക. എല്ലാ അനുഗ്രഹങ്ങളും മറ്റീരിയൽ ബ്ലെസ്സിങ്സ് ആണ്. അങ്ങനെ ഈ ലോകത്തേക്ക് മാത്രം കണ്ണു നട്ടിരുന്ന ഒരു ജനതയോട് ഈശോ പറയുകയാണ്, മക്കളെ, നമുക്കിപ്പോ നോട്ടം മാറ്റാൻ സമയമായി. ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ നോട്ടം മാറ്റാൻ സമയമായി എന്നതാണ് ഈ രാത്രിയിലെ ചിന്താവിഷയം. നമ്മുടെ നോട്ടം മാറ്റാൻ സമയമായി. ഈ ഭൂമിയിലേക്കുള്ള നോട്ടം നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി. അതുകൊണ്ടാണ് സങ്കീർത്തനം 73:25 ദൈവത്തിന്റെ വചനം പറഞ്ഞത്, കർത്താവേ, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഈ ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ ആരെയും തേടുന്നില്ല. ഈ ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ ആരെയും തേടുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യം എന്നതിന്റെ എസൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയണോ? ദൈവരാജ്യം എന്നതിന്റെ അടിസ്ഥാനം, അടിത്തറ എന്ന് പറയുന്നത്, അതിന്റെ അർത്ഥം ഇതാണ്. അതായത് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ ഈ ജീവിതം നമ്മൾ ഈ ഭൂമിക്ക് വേണ്ടി ജീവിക്കാനുള്ളതല്ല. ഈ ജീവിതത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട് എന്നതാണ് ദൈവരാജ്യത്തിന്റെ എസൻസ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്, മക്കളെ, നിത്യത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഭൗതിക സന്തോഷമല്ല വലുത്, ഭൗതിക നേട്ടങ്ങളല്ല വലുത്, ലോകവും ലോകം തരുന്ന സുഖങ്ങളും അല്ല വലുത്, ലോകവും ലോകം തരുന്ന വ്യക്തികളും വസ്തുക്കളും അല്ല വലുത്. ഈ ലോകത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്, നിത്യതയുണ്ട്, സ്വർഗമുണ്ട്. മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട് കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി കഴുകി വൃത്തിയാക്കിയ കോടാനുകോടി മക്കളോടുമൊപ്പം നമുക്ക് ഈ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. ഈ മരണത്തിനപ്പുറത്ത് സ്വർഗീയമായ ഒരു ജീവിതമുണ്ട്. അതാണ് ദൈവരാജ്യം. കർത്താവ് പറയാണ്, മക്കളെ, ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇനി സഭ എന്താന്ന് നിങ്ങൾക്ക് അറിയണോ? എനിക്കറിയാൻ പാടില്ല നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോന്ന്. 10 പേർക്കെങ്കിലും പിടികിട്ടി എനിക്ക് സന്തോഷമാവും. അതായത് സഭ എന്താന്ന് ഞാൻ പറയട്ടെ. സഭയെന്ന് പറഞ്ഞാൽ ഈ ദൈവരാജ്യത്തിന്റെ ഭൂമിയിലെ മോഡലാണ് സഭ. അതായത് സ്വർഗീയ ജീവിത, സ്വർഗത്തിൽ ലക്ഷ്യം വെച്ചിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് സഭ. ദൈവരാജ്യം എങ്ങനാണോ അതിന്റെ മോഡലാണ് സഭ. ഇന്നതാണോ എന്നുള്ളത് വേറെ വിഷയം. പക്ഷേ ദൈവരാജ്യത്തിന്റെ ബ്ലൂ പ്രിന്റ് ആണ് സഭ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ദൈവരാജ്യത്തിന്റെ ഭാഗമാവണമെങ്കിൽ തൽക്കാലം ഈ ഭൂമിയിലേക്കുള്ള നോട്ടം അവസാനിപ്പിക്കണം. നമ്മൾ ഈ മാനസാന്തരം എന്ന് പറയും. എന്നെ ശ്രദ്ധിച്ചേ, എളുപ്പത്തിൽ ഞാൻ മനസ്സിലാക്കി തരാം. മാനസാന്തരം എന്ന് 40 വട്ടം പറയില്ലേ? മാനസാന്തരപ്പെടുക. സത്യത്തിൽ എന്താ നമ്മൾ ഈ മാനസാന്തരം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അതായത് ഞാൻ മദ്യപാനിയായിരുന്നു, ഞാനൊരു ധ്യാനം കൂടിയിട്ട് എൻ്റെ മദ്യപാനം മാറി. അപ്പൊ ഞാൻ പറയുകയാണ്, ഞാൻ മാനസാന്തരപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കള്ളമാണ്, മാനസാന്തരപ്പെട്ടിട്ടില്ല. ഞാൻ ഭയങ്കര ജഡിക പാപത്തിന്റെ അടിമയായിരുന്ന ഞാൻ ഒരു ധ്യാനം കൂടി ജഡികാസക്തിയിൽ നിന്ന് എനിക്ക് വിടുതൽ കിട്ടി. ഞാൻ പറയുകയാണ്, ഞാൻ മാനസാന്തരപ്പെട്ടു. മാനസാന്തരമായിട്ടില്ല. ഞാൻ പുകവലിക്കാരനായിരുന്നു, പുകവലി നിർത്തി. മാനസാന്തരമായിട്ടില്ല. മാനസാന്തരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സ് തിരിയുക എന്നാണ്. മനസ്സ് തിരിയുക. എന്നെ നോക്കിയേ, ഞാനിപ്പോൾ അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ്, ഞാൻ അങ്ങോട്ട് നോക്കി നിൽക്കുകയാണ്. എനിക്ക് മാനസാന്തരം വന്നാൽ ഞാൻ ഇങ്ങോട്ട് നോക്കി നിൽക്കും. മാനസാന്തരം വന്നാൽ ഞാൻ ഇവിടുത്തെ ഒരു കാര്യം അവസാനിപ്പിച്ചു എന്നുള്ളതല്ല, കംപ്ലീറ്റ് നോട്ടം മാറി. ഇത്രയും നേരം അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്ന ആള്, ആ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ആള്, അതിൽ നിന്നെല്ലാം സന്തോഷം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരാളുടെ കംപ്ലീറ്റ് നോട്ടം മാറിയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവുന്നതിന്റെ പേരാണ് മാനസാന്തരം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു ദുശീലം മാറ്റുന്നതിന്റെ പേരല്ല മാനസാന്തരം. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരു പുകവലിച്ചോണ്ടിരുന്ന ആള് പുകവലി നിർത്തി, മാനസാന്തരപ്പെട്ടു. നാളെ മുതൽ ഹല്ലേലൂയ പറഞ്ഞിറങ്ങി. അല്ല, പിന്നെ അവന് പണത്തോട് അടക്കാനാവാത്ത ആസക്തി അവന്റെ ഹൃദയത്തിൽ കിടക്കുകയാണെങ്കിൽ അവൻ ഇപ്പോഴും ഈ ഭൗതിക രാജ്യത്തിൽ തന്നെയാണ്. പിന്നെയും അവന് മനുഷ്യനോട് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ ഇപ്പോഴും ഈ ഭൗതിക രാജ്യത്തിൽ തന്നെയാണ്.
പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ വാക്ക് പറഞ്ഞാൽ അവൻ മുറിവേൽക്കുകയാണെങ്കിൽ അവൻ ഇപ്പോഴും ആ ഭൗതിക രാജ്യത്തിൽ തന്നെയാണ്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. നോട്ടം മാറി എന്ന്, നോട്ടം മാറി, നേരെ തിരിഞ്ഞു. അപ്പൊ പിന്നീട് ഈ ലോകത്തോട് വലിയ മമതയില്ലാതായി, ലോകം തരുന്നതിനോട് വലിയ ഭ്രമമില്ലാതായി, ലോകം തരുന്ന സന്തോഷങ്ങളോട് വലിയ ആഭിമുഖ്യമില്ലാതായി. അപ്പൊ ലോകത്തിലെ കാര്യങ്ങളിലെല്ലാം ഏർപ്പെടുന്നുണ്ട്. ഈശോ പറഞ്ഞ പോലെ നിങ്ങൾ ലോകത്തിലാണ്, പക്ഷെ ലോകത്തിൻ്റെതല്ല. ലോകത്തിലാണ്, പക്ഷെ ലോകത്തിൻ്റെതല്ല. ഈ തിരിവ് നടക്കാത്തിടത്തോളം കാലം നമ്മൾ മാനസാന്തരപ്പെട്ടിട്ടില്ല. നമ്മളിപ്പോഴും പഴയ നിയമത്തിലാണ്, നമ്മളിപ്പോഴും ഒരു ഭൗതിക രാജ്യത്തെ ലക്ഷ്യം വെച്ചുള്ള യാത്രയിലാണ്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ദൈവരാജ്യത്തിന്റെ എസൻസ് എന്ന് പറയുന്നത് ഈ മാനസാന്തരാണ്. അയാളുടെ ഫോക്കസ് മാറി. അതാണ് പൗലോസ് പറയുന്നത്, നഗ്നത, ആപത്ത്, പട്ടിണി, പീഡനം, ദുരിതം, ഇഹലോകത്തുള്ളവയ്ക്കോ വരാനുള്ളവയ്ക്കോ അധികാരങ്ങൾക്കോ ആധിപത്യങ്ങൾക്കോ ശക്തികൾക്കോ മഹത്വങ്ങൾക്കോ ദൂതന്മാർക്കോ ഒന്നിനും എന്റെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ പൗലോസിന്റെ നോട്ടം മാറി. ഫിലിപ്പിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കും, ഈ പൗലോസ്ലീഹ പറയുകയാണ്, അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെല്ലാം ഓരോന്നോരോന്നോരോന്നായി എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവസാനം പറയും, അതിനേക്കാളൊക്കെ വലുതായിട്ട് ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് പറയുന്ന മനോഹരമായ വാക്യമുണ്ട്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുകയാണ്, 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവനാണ് ഞാൻ. ഹെബ്രായിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ, നിയമപ്രകാരം പരിസയൻ, തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ കുറ്റമില്ലാത്തവൻ. എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം എന്റെ കർത്താവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് കൂടുതൽ വിലയുള്ളതാകുന്നത് കൊണ്ട് എല്ലാം നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് യേശുക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടി ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയത്രേ. ഹൃദയം തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ എന്താണ് ദൈവരാജ്യത്തിന്റെ എസൻസ് എന്തെന്നറിയാമോ? നോട്ടം മാറി, നിത്യത. എന്നെ ഒരു അത് കഥയാണ് എങ്കിലും എന്നൊരു നല്ല കഥയാണ്. എന്നെ വല്ലാതെ സ്പർശിച്ചൊരു കഥ ഞാൻ പറയാം. ഒരു കൊച്ചുകുട്ടി, ഒരു കൗമാരക്കാരൻ, അവന്റെ സ്കൂളിൽ പഠിക്കുകയാണ്. അവൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ബോർഡിംഗ് സ്കൂളാണത്. അവൻ അവിടെ താമസിച്ച് പഠിക്കുകയാണ്. അവൻ ആ സ്കൂളിലെ ഫുട്ബോൾ ടീമിലെ ബി ടീമിലെ അംഗമാണ്. എ ടീമിലെ അല്ല, ബി ടീമിലെ അംഗമാണ്. നല്ല കളിക്കാരനൊന്നുമല്ല. അപ്പൊ ഇവനെ ഫുട്ബോൾ പരിശീലിപ്പിക്കുന്ന കായിക പരിശീലകൻ എല്ലാ വീക്കെൻഡിലും ഒരു കാഴ്ച കാണും. ഇവന്റെ അപ്പൻ അവനെ കാണാൻ വന്നിട്ട് അപ്പനും അവനും കൂടി കയ്യിൽ പിടിച്ച് വിദൂരത്ത് അവരിങ്ങനെ നടന്നു പോകുന്നതും ഈ കൊച്ചുകുട്ടി അപ്പനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതും ഈ സ്പോർട്സ് ടീച്ചർ ദൂരെ മാറി നിന്ന് നോക്കിക്കാണും. അപ്പൊ എല്ലാ ആഴ്ചയിലും അയാൾ ഇത് കണ്ടിട്ടുണ്ട്, എല്ലാ വീക്കെൻഡിലും ഇത് കണ്ടിട്ടുണ്ട്. അപ്പം വരുന്നു, അപ്പനും മോനും കൂടെ കൈ പിടിച്ച് അങ്ങനെ നടന്ന് എല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഒരു ദിവസം ഇവൻ വന്നിട്ട് അവന്റെ ടീച്ചറോട് പറഞ്ഞു, അവന്റെ പരിശീലകനോട് പറഞ്ഞു, സാർ അത്യാവശ്യമായിട്ട് വീട്ടിൽ വരെ പോണം സാർ. അപ്പൊ സാർ ചോദിച്ചു, എന്താ? വലിയ മത്സരങ്ങളൊക്കെ വരികയാണ് അടുത്ത ആഴ്ച. അപ്പൊ നിനക്ക് അത് പങ്കെടുക്കുന്നില്ലെങ്കിൽ പോലും നീ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിൽക്കേണ്ട ആളല്ലേ, എന്തിനാ ഇപ്പൊ പോകുന്നത്? എൻ്റെ അപ്പന് സുഖമില്ല സാർ, അപ്പന് അസുഖമായിട്ട് കിടക്കുകയാണ്, ഇപ്പൊ എനിക്ക് പോണമെന്ന് പറഞ്ഞു. ഓ പെട്ടെന്ന് പോയിട്ട് ഞാൻ പറഞ്ഞു. അവൻ വീട്ടിലേക്ക് ചെന്നു. ഒരു 4 ദിവസം കഴിയുമ്പോൾ അവൻ പറഞ്ഞു, സാർ ഞാനൊരു 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ വരൂ, എൻ്റെ അപ്പൻ മരിച്ചു എന്ന് പറഞ്ഞു. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് ഇവൻ വന്നു. അന്ന് നിർണായകമായ ഒരു മത്സരം നടക്കുകയാണ് ഈ സ്കൂളും മറ്റൊരു സ്കൂളും തമ്മിൽ. വളരെ പ്രസ്റ്റീജിയസ് ആയ ഒരു മത്സരം. അപ്പൊ ഈ സാറ് പറഞ്ഞു, നീ എന്തിനാ ധൃതി പിടിച്ച് വന്നത്? അപ്പം മരിച്ചിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ, വീട്ടിൽ നിന്നൂടായിരുന്നു നിനക്ക്, നീ കളിക്കുന്നില്ലല്ലോ. അവൻ പറഞ്ഞു, സാർ precisely because of that reason alone I have come
ഞാൻ ആ ഒറ്റ കാരണം കൊണ്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ സാറ് ചോദിച്ചു എന്താ കാര്യം? സാർ എനിക്ക് കളിക്കണം. സാറ് പറഞ്ഞു എന്ത് മണ്ടത്തരാ നീ പറയുന്നത്? നീ എ ടീമിന്റെ ഭാഗമല്ല, നിനക്കത് അറിഞ്ഞൂടെ? ഏറ്റവും നല്ല കളിക്കാർ കളിച്ചാൽ പോലും ഈ കളിയിൽ നമ്മൾ തോറ്റുപോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ നീ തമാശ പറയാതെ, അപ്പം മരിച്ച സങ്കടത്തിൽ നിനക്ക് പ്രയാസം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ആ പ്രയാസം മാറാൻ വേണ്ടി നിന്നെ കളിപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നീ പോയി ബാക്കിയുള്ളവരുടെ കൂടെ പോയിരിക്കാൻ പറയുമ്പോൾ അവൻ പറഞ്ഞു, സാർ എന്തു സംഭവിച്ചാലും എനിക്കിന്ന് കളിച്ചേ പറ്റൂ, എനിക്കിന്ന് കളിക്കണം. അവൻ കാല് പിടിക്കുകയാണ്. സാർ പറഞ്ഞു, നീ എന്ത് മണ്ടത്തരാണ്, എല്ലാരും എന്നെ കുറ്റം പറയും. നീ കളിക്കാനിറങ്ങിയാൽ നിന്റെ പ്രകടനം എന്താന്ന് എനിക്കറിയാം. അത് ഈ ടീമിന്റെ പ്രകടനത്തെ നന്നായിട്ട് ബാധിക്കും, പെർഫോമൻസിനെ ബാധിക്കും. മോനെ, നീ പറയുന്ന കാര്യം അനുസരിക്ക്, നിന്നെ കളിപ്പിക്കാൻ പറ്റില്ല. കാല് പിടിച്ച് കരഞ്ഞിട്ട് പറയാണ്, എനിക്കിന്ന് കളിച്ചേ പറ്റൂ സാർ, എന്ത് വില കൊടുത്തും എനിക്കിന്ന് കളിച്ചേ പറ്റൂ സാർ. ഒരു 10 മിനിറ്റ് എന്നെ കളിപ്പിക്കൂ, 10 മിനിറ്റ്, 10 മിനിറ്റ് എന്നെ കളിപ്പിച്ചിട്ട് എൻ്റെ പ്രകടനം മോശമാണെങ്കിൽ സാറിന് എന്നെ തിരിച്ചു വിളിക്കാം. അപ്പൊ ഇവൻ അത്രമാത്രം അഡമന്റായിട്ട് ഇത് പറയുന്നത് കണ്ടിട്ട് ആ മനുഷ്യന്, അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് അലിവ് തോന്നി. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു 10 മിനിറ്റ് നിന്നെ കളിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഈ കൗമാരക്കാരൻ കളിക്കളത്തിലിറങ്ങി കാണികളെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു മിന്നല് പോലെ അവൻ ബോളുമായി പായാൻ തുടങ്ങി. ആ കളിയിൽ അത്ഭുതകരമായ ഒരു പ്രകടനം അവന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. അവന്റെ കളിയിൽ സ്കൂൾ ജയിക്കുകയാണ്. വിജയികൾക്ക് ലഭിക്കുന്ന കിരീടവും വാങ്ങി മുത്തമിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ സാറിന്റെ അടുത്തേക്ക് ഓടിയെത്തിയിട്ട് അവൻ ആ സാറിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇത്രയും മതി, എന്നെ സാറ് കളിപ്പിച്ചല്ലോ. അപ്പൊ സാറ് പറയാണ്, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോനെ, ഇത്രയും നാള് നിന്റെ ഈ കഴിവ് എവിടെയായിരുന്നു? നീ എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഒരു ശരാശരി കളിക്കാരന്റെ പോലും പെർഫോമൻസിലേക്ക് ഉയരാതിരുന്നിട്ട് ഇപ്പോ നിന്റെ അപ്പം മരിച്ചു കഴിഞ്ഞിട്ട് നീ കളിക്കണമെന്ന് നിർബന്ധം പിടിക്കുകയും ആ കളിയിൽ നീ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ അഭൂതപൂർവമായ പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല മോനെ എന്ന് പറയുമ്പോ അവൻ പറയുകയാണ്, സാറിനോട് പറയുകയാണ്, സാർ, ഞാൻ ഇന്ന് കളിക്കണമെന്ന് ഞാൻ വാശി പിടിച്ചതും ഇന്ന് ഞാൻ കളിച്ചതും സാറിനറിയുവോ? ഇന്ന് ഞാൻ കളിച്ചത് എൻ്റെ അപ്പന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ സാറ് പറയാണ്, അപ്പന് വേണ്ടിയിട്ടാണ് കളിക്കുന്നതെങ്കിൽ അപ്പൻ ജീവിച്ചിരുന്നപ്പോ കളിച്ചുകൂടായിരുന്നു. അവൻ പറയുകയാണ്, സാർ, എൻ്റെ അപ്പന് വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് കളിച്ചത്. എൻ്റെ അപ്പൻ ജീവിതത്തിൽ കാണാനിടയുള്ള ഏക മത്സരമാണിത്. കാരണം എൻ്റെ അപ്പൻ ഒരന്ധനായിരുന്നു. എൻ്റെ അപ്പൻ ഒരു ബ്ലൈൻഡായിരുന്നു, അന്ധനായിരുന്ന എൻ്റെ അപ്പൻ കാണാൻ സാധ്യതയുള്ള ഏക മത്സരമാണിത്. കാരണം എൻ്റെ അപ്പൻ സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിലിരുന്ന് എൻ്റെ അപ്പൻ കളി കാണുന്നൊരു ദിവസമായിരുന്നു ഇത്. എൻ്റെ അപ്പന് വേണ്ടിയാണ് ഞാൻ ഇന്ന് കളിച്ചത്. കഥയായിരിക്കാം, പക്ഷേ എന്നെ വല്ലാതെ സ്പർശിച്ചു ഇത്. അതായത് ഈ ജീവിതത്തിന് അപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. ഈ ജീവിതത്തിന് അപ്പുറത്തുള്ളൊരു ജീവിതത്തിന് വേണ്ടിയാണ് ഈ കളി. നിത്യതയ്ക്ക് വേണ്ടിയാണ് ഈ കളി മുഴുവൻ. നിത്യതയ്ക്ക് ഈ ജീവിതം കൊണ്ടൊരു ആമുഖം എഴുതുകയാണ് നമ്മൾ. ഒരു പുസ്തകം എടുത്താൽ, ഒരു പുസ്തകം വായിക്കുന്നതിന് മുമ്പ് പുസ്തകം വായിക്കുന്ന ആളുകൾ അതിൻ്റെ ഇൻട്രഡക്ഷൻ വായിക്കും. അതിന് ആമുഖം വായിക്കുമ്പോൾ അറിയാം പുസ്തകത്തിനകത്ത് എന്താണുള്ളത്. നിത്യത എന്ന് പറയുന്ന വലിയ ഒരു മഹാഗ്രന്ഥം, ആ മഹാഗ്രന്ഥത്തിന്റെ 3-4 പേജിൽ എഴുതപ്പെട്ട ആമുഖമാണ് ഈ ജീവിതം. ഈ ജീവിതം 80, 90, 100 വയസ്സ് നീളുന്ന ഈ ജീവിതം നിത്യതയ്ക്ക് നമ്മൾ എഴുതുന്ന ഒരു ആമുഖമാണ്. ഈ ജീവിതത്തിൽ നമ്മൾ എന്താണോ അതാണ് നിത്യതയിൽ. ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. എഴുന്നേറ്റുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദൈവരാജ്യത്തിന്റെ സത്ത എന്ന് പറയുന്നത്, നമുക്ക് ഈ ലോകത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. നമ്മൾ ആരും ഈ ഭൂമിക്ക് വേണ്ടി പിറന്നവരല്ല. 73-ാം സങ്കീർത്തനം 25-ാം തിരുവചനം, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഈ ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ ആരെയും തേടുന്നില്ല. എനിക്ക് അങ്ങല്ലാതെ വേറെ ആരും വേണ്ട. പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് അവിടെ നിങ്ങൾക്ക് ഭർത്താവ് വേദനിപ്പിച്ചത് വേദനയായി മാറുന്നില്ല, ഭാര്യയുടെ കുറ്റപ്പെടുത്തൽ വേദനയായി മാറുന്നില്ല,
മക്കളുടെ അനുസരണക്കേട് അവിടെ നിങ്ങൾക്ക് വേദനയായി മാറുന്നില്ല. നിങ്ങളുടെ ജോലി സ്ഥലത്ത് അനുഭവിക്കുന്ന പീഡാനുഭവങ്ങൾ നിങ്ങൾക്ക് വേദനയായി മാറുന്നില്ല. മറിച്ച് നിങ്ങൾക്ക് ഒരു സന്തോഷമേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തു. എന്നെ വല്ലാതെ സ്പർശിച്ച മറ്റൊരു വചനം ഇതാണ്. ഗലാത്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുകയാണ്, 20-ാം വാക്യം, ഗലാത്യ 2:20, ഞാൻ ക്രിസ്തുവിനോടുകൂടി കുരിശിൽ തറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. എന്ത് മനോഹരമാണത്! ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം, പൗലോസ് പറയുകയാണ്, എൻ്റെ ഇപ്പോഴത്തെ ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. പ്രിയപ്പെട്ട മക്കളെ, നിത്യതയെക്കുറിച്ച് ബോധ്യം കിട്ടണം. ഈ ലോകത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്, അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് ഈ ജീവിതം. നിത്യതയ്ക്ക് വേണ്ടി സമ്പാദിക്കണം, സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കണം. തുരുമ്പോ കീടമോ നശിപ്പിക്കാത്ത സ്വർഗീയ നിക്ഷേപങ്ങൾ കൂട്ടിവെക്കണം. കർത്താവിന് വേണ്ടി ജീവിക്കണം, കർത്താവിനെ സ്നേഹിക്കണം, കർത്താവിന് വേണ്ടി ഓടണം, കർത്താവിന് 1-ാം സ്ഥാനം കൊടുക്കണം, യേശുവിന് വേണ്ടി ജീവിക്കണം, യേശുവിന് വേണ്ടി മരിക്കണം, യേശുവിനോടുകൂടി ഒന്നായി കാണപ്പെടണം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ. ദൈവത്തിന് വലിയ കരുണ വർഷിക്കപ്പെടും, ദൈവത്തിന് സ്നേഹം വർഷിക്കപ്പെടും. ഹൃദയം തുറന്ന് അധരം തുറന്ന് ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഉച്ചത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് എല്ലാവരും ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായം 17 മുതലുള്ള തിരുവചനം. ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള തിരുവചനം. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. ശ്രദ്ധിച്ചേ, കർത്താവ് 72 ശിഷ്യന്മാരെ അയക്കുകയാണ്. ഈ 72 ശിഷ്യന്മാർ മടങ്ങിയെത്തിയിട്ട് അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം യേശുവിൻ്റെ നാമത്തിൽ പിശാചുക്കൾ കീഴടങ്ങുന്നത് അവർ കാണാൻ തുടങ്ങി. അവർ വന്നിട്ട് കർത്താവിനോട് അവരുടെ അങ്ങേയറ്റത്തെ എക്സൈറ്റ്മെന്റിന്റെ അങ്ങേയറ്റത്ത് നിന്നിട്ട് അവർ പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെട്ടു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് പൈശാചിക ശക്തികളുടെ മേൽ അധികാരമുണ്ട്. നമ്മളതിനെ എതിർക്കുന്നില്ല, നമ്മൾ ആ ബോധ്യമുള്ളവരാണ്. പൈശാചിക ശക്തികൾക്ക് മീതെ യേശുവിന് അധികാരമുണ്ട്, യേശുവിൻ്റെ ശുശ്രൂഷകർക്ക് അധികാരമുണ്ട്. ഇപ്പൊ കർത്താവ് പറയുകയാണ്, ഞാൻ കണ്ടു, അത് നിങ്ങൾ ശുശ്രൂഷ ചെയ്തപ്പോ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ സാത്താൻ നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു. സ്വർഗത്തിൽ നിന്ന്, സംശയം ഉണ്ടാവാതിരിക്കാൻ ഞാൻ പെട്ടെന്ന് വിശദീകരിച്ചു തരാം. സ്വർഗത്തിൽ നിന്ന് പതിക്കുന്നു എന്ന് പറഞ്ഞാൽ, സ്വർഗം എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ഹെവൻ എന്ന വാക്കല്ല, ഹെവൻസ് ആണ്. ഹെവൻസ് സ്വർഗങ്ങൾ ആണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നത്, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദ എർത്ത്. സ്വർഗങ്ങളാണ്. സ്വർഗത്തിനോ സ്വർഗാദി സ്വർഗങ്ങൾക്കോ എന്നൊക്കെയാണ് ബൈബിൾ പറയുന്നത്. പൗലോസ്ലീഹ കൊരിന്തോസ് ലേഖനത്തിൽ പറയുന്നത്, 15-ാം അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, 14 വർഷം മുമ്പ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിനെ എനിക്കറിയാം. 3-ാം സ്വർഗം, തേർഡ് ഹെവൻ. 3-ാം സ്വർഗം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 1-ാം സ്വർഗമുണ്ട്, 2-ാം സ്വർഗമുണ്ട്. 3-ാമത്തേത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 1-ാമത്തേത് 2-ാമത്തേത് അതിന്റെ മുമ്പിലുണ്ടെന്നാണ്. 3-ാം സ്വർഗം, അതാണ് ദൈവത്തിന്റെ സ്വർഗം. അതിന് താഴെ, ഇതൊക്കെ മനുഷ്യന്റെ കാറ്റഗറി പറയുകയാണ്, മനസ്സിലാവുന്ന ഭാഷയിലാണ് ഈ താഴെ മേളിൽ എന്നൊക്കെ പറയുന്നത്. ദൈവത്തിന്റെ സ്വർഗമാണ് 3-ാം സ്വർഗം. അതിന് താഴെ വേറെ സ്വർഗമുണ്ട്. അതാണ് സാത്താന്റെ വാസസ്ഥലം, പൈശാചിക ശക്തികൾ. അതുകൊണ്ടാണ് മലങ്കര സഭയുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും, ഈ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്ന ദുരാത്മാക്കളിൽ നിന്ന്. അത് ഇതാണ് ഈ ഹെവൻസ്. ഈ ഹെവൻ ഒരു ഹെവനാണത്, അന്തരീക്ഷം ഒരു ഹെവൻ. അതുപോലെ
നമ്മൾ വായിക്കുന്നുണ്ട് എഫേസ്യോസ് ലേഖനം 6-ാം അധ്യായത്തിൽ, നമ്മുടെ പോരാട്ടം മാംസത്തോടും രക്തത്തോടുമല്ല, മറിച്ച് അതിനു മുമ്പ് മാംസത്തോടും രക്തത്തോടുമല്ല നമ്മുടെ പോരാട്ടം, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും. എന്ന് പറഞ്ഞാൽ ഒരു ഹെവൻ ഉണ്ട്, ഒരു ഹെവൻ സാത്താന്റെ ശക്തികൾ വ്യാപരിക്കുന്ന ഒരു ഹെവനാണ്. അതുകൊണ്ടാണ്, ശ്രദ്ധിച്ചേ, അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ഒരു വാക്കുണ്ട്, പ്രേ ത്രൂ. ഈ സാത്താന്റെ ലോകം കടന്നു വേണം ഈ പാവപ്പെട്ടവരുടെ പ്രാർത്ഥന ദൈവത്തിന്റെ 3-ാം സ്വർഗത്തിലെത്താൻ. അതുകൊണ്ടാണ് പലർക്കും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മടുപ്പ് വരുന്നത്. എന്തുകൊണ്ടാണ്? ഈ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു ലോകമുണ്ട്. ആ ലോകത്ത് നിന്ന് ശക്തമായ എതിർപ്പുണ്ട് നിന്റെ ആത്മീയ ജീവിതത്തിന്. ഇത് കൂടുതൽ അറിയണമെങ്കിൽ ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം വായിച്ചാൽ മതി. അവിടെ ദാനിയേലിനോട് ദൈവദൂതൻ പറയുകയാണ്, ഞാൻ ദൈവത്തിൽ നിന്ന് നിനക്കുള്ള അരുളപ്പാടുമായിട്ട് വരുന്ന മാർഗമധ്യേ പേർഷ്യ രാജ്യത്തിന്റെ പിശാച് എന്നെ തടഞ്ഞു. ദൈവത്തിനും ദാനിയേലിനും ഇടയിൽ ദാനിയേലിനെയും ദൈവത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു പൈശാചിക ലോകമുണ്ട്. ഒരു അറിവിന് വേണ്ടി തലയിൽ ഇത് വെച്ചുകൊള്ളുക. അതായത് നമ്മൾ കാണാത്ത ചില ലോകങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. നമ്മൾ കാണാത്ത, നമ്മളെ സഹായിക്കുന്ന സ്വർഗത്തിന്റെ ഒരു ലോകമുണ്ട്. വിശുദ്ധരുടെ, മാലാഖമാരുടെ, പരിശുദ്ധ അമ്മയുടെ, രക്തസാക്ഷികളുടെ ആ ഒരു ലോകം. അതോടൊപ്പം തന്നെ നമ്മൾ എതിർക്കുന്ന മറ്റൊരു ലോകമുണ്ട്. അതൊരു ഹെവനാണ്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ പതിക്കുന്നു. എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാര് ശുശ്രൂഷ ചെയ്തപ്പോ ഈ അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്ന ദുരാത്മാക്കള് അവര് ബന്ധിക്കപ്പെട്ട് പാതാളത്തിലേക്ക് പതിക്കുന്നത് കർത്താവ് കണ്ടു. കർത്താവിന്റെ അകക്കണ്ണിൽ കണ്ടു. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഈശോ പറയുകയാണ്, ഞാൻ കണ്ടതാണ്, സ്വർഗത്തിൽ നിന്ന് സാത്താൻ ഇടിമിന്നൽ പോലെ താഴേക്ക് പതിക്കുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. വിശ്വസിച്ചോണം. അവിടുന്ന് പിശാച് വരുവോ, ഇവിടുന്ന് വരുവോ, അവിടുന്ന് ഒന്ന് ഉപദ്രവിക്കുവോ? നമ്മൾ സാത്താനെ പേടിക്കരുത്, സാത്താൻ നമ്മളെ പേടിക്കണം. പിന്നല്ലാതെ അല്ലേ? നമ്മൾ സാത്താനെ പേടിച്ച് നടക്കാതെ സാത്താൻ നമ്മളെ പേടിക്കണം, നമ്മളെ പേടിക്കണം. ഞാനൊരു വചനത്തിന്റെ അർത്ഥം പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കണം, ഉറങ്ങരുത്. കർത്താവ് പറയുകയാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിലാണ് പറയുന്നത്, സഭയെക്കുറിച്ച് പറയുമ്പോൾ നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. എന്നെ ശ്രദ്ധിക്കണം, അല്ലെ പിടികിട്ടില്ല. ഇത് പിടികിട്ടിയ നല്ല സാധനമാണ്, ശ്രദ്ധിച്ചിരുന്നു. അതായത് കർത്താവ് പറയുകയാണ്, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഇത് ഞാൻ സഭ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. നമ്മുടെ വിചാരം എന്താ? ഈ വാക്യം കേൾക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നേ? നമ്മളൊരു വീടിനകത്താണ്. കർത്താവ് നമ്മളെ ഒരു വാൾ കെട്ടി നമ്മളെ ഒരു വീടിനകത്താക്കിയിരിക്കാം. എന്നിട്ട് അതിനൊരു വാതിലുണ്ട്. സാത്താൻ വന്ന് ഈ വാതിൽക്ക് വന്ന് അടിക്കുമ്പോൾ ആ വാതിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഇതല്ലേ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ആശയം? അങ്ങനല്ല, തിരിച്ചാണ്. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സഭ അതിന്റെ സന്താനങ്ങളും വാളും പരിചയമായിട്ട് അവനെ വെട്ടാൻ പോവാണ്. അപ്പൊ അവന്റെ വാതില് ഈ വെട്ടിന് ചെറുത്ത് നിൽക്കാൻ പറ്റില്ലെന്ന്, അവൻ പൊളിഞ്ഞു വീഴുമെന്ന്. അപ്പൊ ആരാണ് ഇവിടെ അറ്റാക്കേഴ്സ്? പിശാച് ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുവാണോ, നമ്മൾ അങ്ങോട്ട് പോയി ആക്രമിക്കുവാണോ? നമ്മളെപ്പോഴും ഇവൻ പൊതിഞ്ഞ് നമ്മൾ കൊള്ളാതിരിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എടാ, ഇത് അങ്ങോട്ട് അടിക്കേണ്ടവരായി ഇരിക്കുന്നേ. അവനാണ് തിരുരക്ത കോട്ടയും കെട്ടി അകത്തൊളിച്ചിരിക്കുകയാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പിടികിട്ടിയോ? ഒന്നുകൂടെ പറയാം മനസ്സിലാവാത്തവർക്ക് വേണ്ടി. അതായത് നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കും, നമ്മൾ അസ്യൂം ചെയ്യുന്ന എന്താണ്? നമ്മൾ ഒരു വീടിനകത്ത്, കർത്താവ് നമ്മളെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. യേശുവിൻ്റെ രക്തം, മാലാകമാര്, മാതാവ്, കാശുരൂപങ്ങൾ, സുഹൃത്ത് ജപം, കൊന്ത, രക്തക്കണ്ണ്, ജപമാല എല്ലാം ആയിട്ട് നമ്മളെ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. നമ്മളൊന്നും ചെയ്യാതെ ഇങ്ങനെ അറിയാവുന്ന പ്രാർത്ഥനയെല്ലാം ചൊല്ലി തിരുരക്ത കോട്ടയ്ക്കകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സാത്താൻ വന്നിട്ട് 4 ചുറ്റിനും അലറി വിളിച്ചുകൊണ്ട് നമ്മളെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വാതിലുകളും ജനലുകളും സ്ട്രോങ് ആയിട്ട് നിൽക്കും എന്നാ നമ്മൾ വിചാരിച്ചിരിക്കുക. അങ്ങനല്ല ഇത്. സഭയെന്ന് പറഞ്ഞാൽ ബേസിക്കലി സഭ ഈസ് ദ കമ്മ്യൂണിറ്റി ഓഫ് അറ്റാക്കേഴ്സ്. പടയാളികളുടെ, യുദ്ധം ചെയ്യാൻ പോകുന്നവരുടെ സമൂഹമാണ്. നമ്മൾ പടയാളികളാണ്. ഈ പടയാളികൾ സാത്താനെതിരെ നിരന്തര പോരാട്ടം. നമ്മൾ അവനെ വെട്ടാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന്റെ സാമ്രാജ്യത്തിന്റെ വാതിലുകൾ നമുക്കെതിരെ പിടിച്ചു നിൽക്കത്തില്ലെന്ന്, അത് പൊളിഞ്ഞു വീഴുമെന്ന് ഞാൻ പറയുന്ന പിടി കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്?
അപ്പൊ നമ്മൾ അങ്ങോട്ട് ആക്രമിക്കേണ്ടവരാണ്, നമ്മൾ ഇങ്ങോട്ട് പേടിച്ച് കഴിയേണ്ടവരല്ല, മറിച്ച് നമ്മൾ അങ്ങോട്ട് ആക്രമിക്കേണ്ടവരാണ്. അപ്പൊ ഡാനിയേലച്ചാ സൂക്ഷിച്ചോണം, ശുശ്രൂഷ ചെയ്യുമ്പോൾ സാത്താനെ ഉപദ്രവിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത്, സാത്താനെ നീ സൂക്ഷിച്ചോണം, ഞാൻ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് എല്ലാവരുടെയും കാര്യം അതാണ്, മനസ്സിലായോ? അല്ലാതെ നമ്മുടെ സാത്താന്റെ വലിയ തന്ത്രമാണ്. ഇതെന്താണെന്നറിയാം, നമ്മളെ പീഡിപ്പിച്ച് ഇവൻ മാളത്തിനകത്തിരുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ടവരാരും ഒന്നിനും ഇറങ്ങത്തില്ല. സൂക്ഷിക്കണം, പോരാട്ടം വരുമെന്നാ പറയുന്നത്. പോരാട്ടം, എടാ നിന്റെ ഭാര്യയുടെ പോരാട്ടം അതിനേക്കാളും വലുതാണ്. നീ ആദ്യം നിന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ നോക്ക്, മറ്റേതൊക്കെ എളുപ്പമാ. അവർക്ക് പറ ഹല്ലേലൂയാ, ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. പോരാട്ടം വരുമെന്ന് പറഞ്ഞുകൊണ്ട് പാത്തിരിക്കുകയാണ് എല്ലാം മാളത്തിനകത്ത്. അങ്ങോട്ട് പോയി വെട്ടണം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് 4 അമ്മമാര് കൈകോർത്ത് മുട്ടുകുത്തുമ്പോ അവിടം പൊളിയാൻ തുടങ്ങും. 4 അച്ഛന്മാർ എഴുന്നേറ്റ് നിന്ന് സുവിശേഷം പ്രസംഗിക്കുമ്പോ ഒരു മേഖല പൊളിയാൻ തുടങ്ങും. 4 അൽമായര് 4 വചനം ഉച്ചരിച്ച് കർത്താവിന്റെ ആത്മാവിൽ നിറഞ്ഞ് ശുശ്രൂഷ ചെയ്യുമ്പോ അവന്റെ സാമ്രാജ്യം പൊളി. നമ്മൾ അവനെ വെട്ടി തകർത്ത് പൊളിച്ചു കളയാനുള്ള ആളുകളാണ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. കർത്താവ് പറയണ, ഇതാ പാമ്പുകളുടെ മേലും തേളുകളുടെ മേലും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഇത് പറഞ്ഞോ, ഒന്നും ഉപദ്രവിക്കില്ല, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. എന്നിട്ട് കർത്താവ് പറയുകയാണ്, പക്ഷേ മക്കളെ എല്ലാം ശരിയായിരിക്കുമ്പോ തന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. സാത്താൻ നിങ്ങൾക്ക് കീഴടങ്ങി എന്നോർത്ത് നിങ്ങൾ സന്തോഷിക്കണ്ട, സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്നു എന്നോർത്ത് സന്തോഷിക്കുവിൻ. എന്താ നമ്മുടെ സന്തോഷം? എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താന്ന് ഞാൻ പറയട്ടെ. അതായത്, കർത്താവേ ഞാൻ സ്വർഗത്തിൽ പോകും, എനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് ആർക്കും ഉറപ്പില്ലേ? എൻ്റെ കാര്യത്തിൽ ഉറപ്പില്ലാത്ത പലരും ഇതിനകത്തിരിപ്പുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്. എന്താന്ന് ഞാൻ പറയട്ടെ. അതായത് ഞാൻ ഒത്തിരിയും തെറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്, പാപിയാണ്. നിങ്ങളുടെയൊക്കെ കണക്ക് വെച്ച് നോക്കിയാൽ നിങ്ങളെക്കാൾ മോശമാണ് ഞാൻ. പക്ഷെ ഞാൻ സ്വർഗത്തിൽ പോകും. എന്താ കാര്യം ഞാൻ പറയട്ടെ. അതിൻ്റെ കാരണം എത്രയേ ഉള്ളൂ. അതായത്, ഞാൻ 100% വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും എന്ന് സ്വീകരിക്കുന്ന എന്നെ നരകത്തിൽ ഇടാൻ കർത്താവിന് പറ്റില്ലെന്ന്. കർത്താവിൻ്റെ കൈ അന്നേരം വീക്കാവും, തളർന്നു പോകും. അന്നേരം എന്നെ നരകത്തിൽ തള്ളാൻ പറ്റില്ല കർത്താവിന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ നരകത്തിൽ ഇടാൻ പറ്റും. നിങ്ങൾ നോക്കൂ, നിങ്ങളൊക്കെ താഴെ കിടക്കുമ്പോൾ ഞാൻ വെളിയിൽ നിങ്ങളെ പുച്ഛത്തോടെ നോക്കും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. വിശ്വസിച്ചാ പിന്നെ കർത്താവിനൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് നമ്മൾ അതായത് എന്നെ നരകത്തിടാൻ പറ്റില്ലെന്ന്, ശുദ്ധീകരണ സ്ഥലത്ത് ഇടാൻ പറ്റില്ലെന്ന് നിങ്ങൾക്ക് എന്നെ ഉറപ്പില്ലാത്ത നിങ്ങൾ ഒരുമാതിരി വല്ലാതെ നോക്കുന്നത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. പറ്റില്ല, നമ്മളെ ഒന്നും ഇടാൻ പറ്റില്ലെന്ന്. രണ്ടാമത്തേത്, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത്, കർത്താവ് പറയുകയാണ്, ഹെബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ, റോമാലേഖനം 8-ാം അധ്യായത്തിലൊക്കെ പറയുകയാണ്, സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഒരാളുണ്ട്. ഡാനിയേലച്ചൻ പൊട്ടപ്പാവി മരിച്ച് ചെന്ന് കഴിയുമ്പോൾ, ഞാനിങ്ങനെ നാണം കെട്ട അവിടെ നിൽക്കുന്ന സമയത്ത് സ്വർഗത്തിൽ ദൈവപിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്ന ഒരാളെ എനിക്ക് നല്ല പരിചയമുണ്ട്. ആളെ. അവൻ ഞാൻ ചെല്ലുമ്പോൾ ആ വലതു ഭാഗത്തിരിക്കുന്ന ഈശോ മിശിഹാ പറയും, നമ്മുടെ ആളാ വരുന്നത്, അവനെ കയറ്റിയേക്കാൻ പറയും. അപ്പൊ പിതാവായ ദൈവം പറയും, അയ്യോ അവൻ ചെയ്ത പാപം. അപ്പൊ എന്റെ ഈശോ പറയും, അവന് വേണ്ടി 2000 വർഷം മുമ്പ് ഞാൻ കുരിശിൽ ചോര ചിന്തി സഹിച്ചതാപ്പാ, അവനെ കയറ്റാൻ പറയും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് അഹങ്കാരം പറയാൻ നിങ്ങൾ വിചാരിക്കരുത്, ഞാൻ സ്വർഗത്തിൽ പോകും. അതായത്, ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്നു. ഒന്നതാണ്, പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത് ഈശോ ഇരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. പിന്നെ വേറൊന്നുണ്ട്, വേറൊരാളൂടെ ഉണ്ട് മാധ്യസ്ഥം വഹിക്കാൻ. റോമാലേഖനം 8-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. അവാച്യമായ നെടുവെറുപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അപ്പോഴാണ് യേശുക്രിസ്തു മാധ്യസ്ഥം വഹിച്ച് അങ്ങോട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങോട്ട് വരുന്നു. പരിശുദ്ധാത്മാവിന് നമ്മളെ നല്ല പരിചയമല്ലേ. പരിശുദ്ധാത്മാവ് പറയാണ്, പിതാവേ ഇത് നമ്മുടെ സ്വന്തം ആളാണ്, കയറ്റിവിട്ടത്. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്നു എന്നോർത്ത് സന്തോഷിക്ക്. അമ്മച്ചി 10 ഏക്കർ റബ്ബർ തോട്ടത്തിൽ സന്തോഷിക്കാതെ,
10 പവനിൽ സന്തോഷിക്കാതെ, 50 ഏക്കറിലും 50 ലക്ഷത്തിലും സന്തോഷിക്കാതെ, മക്കളിൽ സന്തോഷിക്കാതെ, മക്കളുടെ ഡിഗ്രി സന്തോഷിക്കാതെ, മക്കൾ നേടിയ നേട്ടങ്ങളിൽ സന്തോഷിക്കാതെ, വാങ്ങിച്ച വണ്ടിയിൽ സന്തോഷിക്കാതെ, സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്നു എന്നോർത്ത് സന്തോഷിക്കുവിൻ. തുതി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് നമ്മൾ സ്വർഗത്തിൽ കാണും. സാത്താനെ ഞാൻ സ്വർഗത്തിൽ കാണും. അതൊരു സന്തോഷിക്കണം. മിനിറ്റിന് എഴുന്നേറ്റ് അങ്ങ് പറഞ്ഞിട്ട് സന്തോഷിക്കണം. എന്താണ്? നമ്മൾ സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ സന്തോഷം അറിയണം. അല്ലാതെ സന്തോഷം ലോകവസ്തുക്കളിൽ വെക്കരുത്. പലരുടെയും സന്തോഷം കിടക്കുന്നത് പല കാര്യങ്ങളിൽ. അതുകൊണ്ട് അത് നഷ്ടപ്പെടുമ്പോൾ ഭയങ്കര ദുഃഖമാണ്, വലിയ ദുഃഖം. ഒന്നിലും സന്തോഷം വെക്കരുത്. പണ്ടൊരുത്തൻ കല്യാണം കഴിച്ചു, തോമാച്ചൻ അല്പം ബുദ്ധി കുറവുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പൊ തോമാച്ചനെ ഒരു ശരാശരി മലയാളി അമ്മ വിചാരിക്കുന്ന എന്താണ്? കല്യാണം കഴിക്കുമ്പോൾ ഇവന് ബുദ്ധി ഉണ്ടാവുന്നതാണ്, അല്ലേ? അങ്ങനെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ അയാൾക്ക് എന്തുമാത്രം ബുദ്ധി ഉണ്ടായിട്ടുണ്ടെന്ന് കല്യാണം കഴിഞ്ഞിട്ട്? നിങ്ങളെ കുട്ടി ഉള്ള ബുദ്ധിയോടെ പോയി കാണും. ഏതായാലും കല്യാണം കഴിക്കുമ്പോൾ ബുദ്ധി ഉണ്ടാവുമെന്നാണ് അമ്മ വിചാരിച്ചത് തോമാച്ചൻ്റെ. അങ്ങനെ കല്യാണം കഴിപ്പിച്ചു. കല്യാണം കഴിച്ചിട്ട് ആദ്യത്തെ ദിവസം അപ്പൊ ഇവള് ആ വീട്ടിലേക്ക് പോയതാണ്. അവൾക്ക് ആരുമില്ല അവിടെ. തോമാച്ചനാണ് അവളുടെ ആശ്രയം. തോമാച്ചനാണെങ്കിൽ പള്ളിയിൽ നിന്ന് എല്ലാം കഴിഞ്ഞ്, പിന്നെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞ് തോമാച്ചൻ വേലിക്ക പോയി നിൽക്കുക. പറമ്പിലെ അവിടെ പോയി അതിർത്തി പോയി നിൽക്കുകയാണ്. എന്നിട്ട് ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ കണക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക തോമാച്ചൻ. കല്യാണം കഴിഞ്ഞ ദിവസം ഇന്ന്. ഇപ്പൊ ഈ പെങ്കൊച്ച് അവിടെ ഇങ്ങനെ നോക്കിയിരിക്കും. ഇവൻ വരുമെന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അവൻ അവിടെ പറമ്പിലൊക്കെ നിന്ന് കാക്കയും പൂച്ചയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല ബുദ്ധിയാ അങ്ങനെ നിൽക്കാൻ. അപ്പൊ ആ സമയത്ത് വൈകുന്നേരം ആയപ്പോഴും ഇവൻ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇവളിരുന്ന് കരയുന്ന കണ്ടിട്ട് അമ്മ ചോദിച്ചു, എന്താണ് ഈ കരയുന്നത്? അപ്പൊ അവള് പറഞ്ഞു, ഇത് ഇത്രയും നേരമായിട്ടും തോമാച്ചൻ ഇങ്ങോട്ടൊന്നും വന്നില്ലെന്ന് പറഞ്ഞു. ആഹാ, വന്നില്ലേ? നേരെ അങ്ങോട്ട് ചെന്നിട്ട് എന്തോ നോക്കി നിൽക്കുകയാണ് അവിടെ. അവിടെ ഒരു പെണ്ണിരുന്ന് കരയുന്ന കണ്ടില്ലേ? കരയുവാണോ? എന്തിനാ കരയുന്നത്? അതിനോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ ഇവനിങ്ങനെ തോമാച്ചൻ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, മറിയാമേ നീ എന്തിനാ കരയുന്നേ? അപ്പൊ ഇവള് ഏങ്ങലടിച്ച് കരയും. ഇവള് കരയുന്നതിന് കാരണം എന്താണെന്നറിയാലോ? ഇവൻ ഇത്രയും നേരമായിട്ടും ഈ വെളിവില്ലാത്തവൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. ആ പെണ്ണ് ഒത്തിരി സ്വപ്നം കണ്ട് ഇവിടെ വന്നതാണ്. ഇവൻ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അവൻ പറമ്പിൽ പോയി നിൽക്കാം. അപ്പൊ ഇവളിങ്ങ് ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. അപ്പൊ ഇവൻ ആകപ്പാടെ ഇവന് മനസ്സിലാവുന്നില്ല എന്തിനാ കരയുന്നതെന്ന്. അപ്പൊ ഇവൻ പറഞ്ഞു, നീ എന്തിനാ കരയുന്നേ അറിയാമേ? അപ്പൊ പെട്ടെന്ന് ഇവനൊരു ആശയം ഉദിച്ചു. അവൻ പറഞ്ഞു, നിന്റെ കരച്ചിൽ ഇപ്പൊ ഞാൻ മാറ്റിത്തരാന്ന് പറഞ്ഞു. അവൻ അവളെ വിളിച്ചോണ്ട് പത്തായം, ആളുകൾക്ക് അറിയായിരിക്കും, മക്കളൊക്കെ അമേരിക്ക പോയപ്പം അറിയത്തില്ലെന്നൊക്കെ ഭാവിക്കുന്നുണ്ടെങ്കിലും അറിയാം ചേച്ചി, അറിയാം. പത്തായം, പിന്നെ അറിയാം പത്തായം അകത്തിരിപ്പുണ്ട്. അതിനകത്ത് നല്ല കൊല പഴിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. വാഴക്കൊല പഴിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇവനിത് ഇങ്ങോട്ട് തുറന്നിട്ട് അവനുണ്ടായ ഒരു സന്തോഷം ഈ കൊല കണ്ടിട്ട്. എന്നിട്ട് അവൻ ഈ മറിയാമ്മയെ കാണിച്ചിട്ട് പറയാണ്, മറിയാമ്മേ നോക്കടി, ഇനി കരയാന്ന് പറഞ്ഞു. ഇത് കണ്ടിട്ട് കരയാന്ന് പറഞ്ഞു. മനസ്സിലായോ? അതായത് ഈ പൊട്ടന് ഈ കൊലയാണ് സന്തോഷം. ആ പെണ്ണ് അവിടെ ഇരിക്കുന്നത് അവന്റെ സന്തോഷമല്ല. കാരണം അവന് ബുദ്ധിയില്ല. ഈ തോമാച്ചന്റെ അവസ്ഥയാണ് നമ്മളീ പലർക്കും. നമ്മുടെ സന്തോഷം മുഴുവൻ കിടക്കുന്ന ഈ കൊലയിലാണ്. ഈ കൊലയില് വേറെ വലുത് വേറെ അവിടെ ഇരിക്കുന്നു. അതിനേക്കാ വലിയ സന്തോഷം അവിടെ ഇരിക്കുന്നു. അതിനേക്കാ വലിയ സന്തോഷം ഇതാ വിളമ്പി വെച്ചിരിക്കുന്നു. ഇതിനേക്കാ വലിയ വിരുന്ന് ഇതാ അവിടെ വിളമ്പി വെച്ചിരിക്കുന്നത്. അത് കാണാനുള്ള വെളിവ് നമുക്കില്ലാതെ പോയി. നമുക്ക് ഈ തോമാച്ചന്റെ അവസ്ഥയാണ്. നമ്മുടെ സന്തോഷം മുഴുവൻ കിടക്കുന്ന ഈ വാഴക്കൊലയിലാണ്. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഇങ്ങനെ വിചാരിക്കണം, കർത്താവ് പറഞ്ഞു, ഞാനിതാ നിങ്ങൾക്ക് മുമ്പേ പോകുന്നു, പോയി അവിടെ സ്ഥലം ഒരുക്കാൻ പോവാണ്. നിങ്ങൾക്ക് നല്ല സ്ഥലം ഒരുക്കാൻ വേണ്ടി മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ ഈശോ ഉപയോഗിച്ചതാണത്. ഞാൻ നിങ്ങൾക്ക് അവിടെ പോയി സ്ഥലമൊരുക്കാൻ പോയതാണ്.
അങ്ങനെ കർത്താവ്, നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഓരോരുത്തർക്കും, മനുഷ്യന്റെ കാറ്റഗറി പറയുകയാണ്, മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറയുകയാണ്, നമുക്ക് ഓരോരുത്തർക്കും ഓരോ മുറിയുണ്ടെന്ന് വെച്ചോടെ. ഓരോ മുറി, ഒരു മുറിയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ബ്രദർ പോൾസൺ, പോൾസന്റെ മുറിയാണ്. വേറൊരു മുറിയിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നു ഇതാ ബ്രദർ തോമസ് കുട്ടി എഴുതി വെച്ചിരിക്കുന്നു. വേറൊരു മുറിയിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നു ബ്രദർ ബിനു. വേറൊരു മുറി, ഓരോരുത്തരുടെ പേരെഴുതി വെച്ചിരിക്കുകയാണ്. ബ്രദർ ശാന്തമ്മ, അല്ല സിസ്റ്റർ ശാന്തമ്മ, അങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തർക്കും എഴുതി വെച്ചിരിക്കുകയാണ്, ഓരോരുത്തർക്കും ഓരോ മുറി. നിങ്ങളത് ആലോചിച്ച് നോക്കിയേ, നമ്മൾ മരിച്ച് കർത്താവ് ഒരുക്കിയിട്ടിരിക്കുന്ന ഈ സ്ഥലത്ത് ചെന്നില്ലെങ്കിൽ നിത്യതയോളം ആ മുറി ഒഴിഞ്ഞു കിടക്കും. നമുക്ക് ദൈവം ഒരുക്കിയിട്ടിരിക്കുന്ന ആ മുറി, ആ ഗേഹം, ആ വാസസ്ഥലം നമ്മളില്ലാതെ ഒഴിഞ്ഞു കിടക്കും. കൊല്ലം ഭാഗത്തുള്ള ഒരച്ഛൻ, അച്ഛന് ഒത്തിരി 12,000 ഇടവക്കാനുള്ള പള്ളിയാണ്. അച്ഛൻ ഒത്തിരി ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. അപ്പൊ അച്ഛൻ്റെ വീട്ടിൽ അപ്പൻ മരിച്ചുപോയി. അപ്പൻ മരിച്ചു പോയിട്ട് അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ അച്ഛൻ ശരിക്കും വീട്ടിൽ ചെല്ലുന്നൊരു ദിവസം അച്ഛൻ്റെ ജന്മദിനമാണ്. അമ്മയ്ക്കറിയാം അച്ഛൻ എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ട വിഭവങ്ങളെന്ന്. അതുകൊണ്ട് അച്ഛൻ്റെ ജന്മദിനത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അമ്മ ഒരുക്കങ്ങൾ ആരംഭിച്ചു. നല്ല ഒരുക്കങ്ങളെല്ലാം നടത്തി, എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ഒരുക്കി വെച്ചിട്ട് അമ്മ തലേന്ന് അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ നാളെ ജന്മദിനമാണല്ലോ, മറന്നുപോയിട്ടില്ലല്ലോ, നാളെ വരണം, അമ്മ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അച്ഛന് വേണ്ട വിഭവങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്, അച്ഛൻ വരണം. അച്ഛൻ പറഞ്ഞു, അമ്മ നല്ല തിരക്കാണ്, നാളെ എങ്ങനെ വരാൻ പറ്റുമെന്ന് അറിയത്തില്ല, നോക്കട്ടെ, ഞാനൊന്ന് ഓടിയെങ്കിലും വരാം എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസമായപ്പോൾ അച്ഛന് ഒത്തിരി പരിപാടിയുള്ള ദിവസമാണ്. അപ്പം ആ തിരക്കിനിടയിൽ അമ്മയെല്ലാം ഒരുക്കി വെച്ച് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഉച്ച കഴിഞ്ഞൊരു 3 മണിയായപ്പോൾ അച്ഛൻ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നു, ധൃതി പിടിച്ച് അങ്ങോട്ട് ചെന്നിട്ട് അമ്മ എല്ലാം റെഡി, കേക്കൊക്കെ മുറിക്കാൻ റെഡിയൊക്കെ വെച്ചിരിക്കുകയാണ്, ഭക്ഷണം എല്ലാം വെച്ചിരിക്കുകയാണ്. അച്ഛൻ പെട്ടെന്ന് അടുക്കളയിലോട്ട് കയറി കണ്ണി കണ്ടതൊക്കെ ഓരോന്ന് ഇങ്ങനെ എടുത്തു വായിലിട്ടു. നമ്മന് പോട്ടെ അമ്മ തിരക്കാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങി പോയി. ഇറങ്ങി പോകുന്ന വഴിക്ക് അച്ഛൻ കണ്ടു അമ്മയുടെ കണ്ണ് നിറഞ്ഞ് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഇപ്പൊ വണ്ടി ഓടിച്ച് തിരിച്ചു പോകുമ്പോൾ അച്ഛൻ അതൊരു അസ്വസ്ഥതയായി, അമ്മയ്ക്ക് ഭാരമായെന്ന് തോന്നുന്നു. പള്ളിയിൽ ചെന്നിട്ട് അന്ന് രാത്രിയിൽ അച്ഛൻ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് വിഷമായെന്ന് എനിക്കറിയാം, നല്ല തിരക്കായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വന്നിട്ട് പോയത്. ആ സമയത്ത് ഈ അമ്മ പറഞ്ഞ ഒരു വാചകം എങ്ങനെയാണ്? അമ്മ പറയുന്നത്, മോൻ വരുമെന്ന് വിചാരിച്ച് മോന് വേണ്ടതെല്ലാം, മോന് ഇഷ്ടപ്പെട്ടതെല്ലാം ഞാനിവിടെ വിഭവസമൃദ്ധമായി ദിവസങ്ങളെടുത്ത് അതിൻ്റെ തയ്യാറെടുപ്പുകൾ ഒരുക്കങ്ങളും ചെയ്ത് മോന് വേണ്ടതെല്ലാം ഞാനിവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ അമ്മ ചോദിക്കുകയാണ്, ഇതെല്ലാം ഞാൻ ആർക്ക് കൊടുക്കും? ഈ ഒരുക്കി വെച്ചതൊക്കെ ഞാൻ ആർക്ക് കൊടുക്കും? സ്വർഗത്തിലിരുന്നൊരപ്പൻ നാളെ ഈ ചോദ്യം ചോദിക്കാൻ ഇടയാവരുത്, ഇതെല്ലാം ഞാൻ ആർക്ക് കൊടുക്കും? എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളൊരു കാര്യം പറഞ്ഞ് ആരംഭിക്കുകയാണ്. വരും കാലങ്ങളിൽ, വരുന്ന നാളുകളിൽ നമ്മളിത് തുടരും. അതായത് ഈ ലോകത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങണം. ഒരു സിനിമാ താരവും, നമ്മൾ ഇന്ന് ഏറ്റവും വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആഘോഷിക്കുന്ന ഒരു സിനിമാ താരവും നിങ്ങളെന്നാലോചിച്ച് നോക്ക്, മമ്മൂട്ടിയോ മോഹൻലാലോ ഷാറൂഖ് ഖാനോ സൽമാൻ ഖാനോ ഇനി ഏതെങ്കിലും ഹോളിവുഡ് താരങ്ങളോ, അവരാരും തന്നെ മരിച്ച് 4 ദിവസം കഴിയുമ്പോൾ അവരെല്ലാം തന്നെ പുഴുവരിക്കുന്ന മൃതശരീരമായി മാറും. എന്നാൽ കർത്താവിന് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി ജീവിച്ച കത്തോലിക്ക സഭയിലെ 103 വിശുദ്ധരുടെ ശരീരങ്ങൾ അഴുകാതിരിപ്പുണ്ട്. ഈ ലോകത്തിന് വേണ്ടി ജീവിച്ച ആളുകളുടെ എല്ലാ ശരീരം അഴുകും. ദൈവത്തിന് വേണ്ടി ജീവിച്ച 103ഓളം ആളുകൾ സഭയിൽ കഴിഞ്ഞ 2000 വർഷത്തിൽ പല കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നവർ അഴുകാതിരിപ്പുണ്ട്. അവർ നമ്മളോട് പറയുന്നത് എന്തെന്നറിയാമോ? ഈ ലോകത്തിന് വേണ്ടി ജീവിക്കരുത്, ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ലോകമാണ് നമ്മുടെ വാസഗ്രഹം എന്ന് ചിന്തിക്കരുത്. ലോകം കടന്നു പോകും, പോയി മറയും. പ്രിയപ്പെട്ടവരും ഉറ്റവരും ഉടയവരും ഒക്കെ ജീവിതത്തിൽ ഉപകരിക്കുന്നില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു നാള് ജീവിതത്തിൽ വരും. നമുക്ക് ദൈവം, അതുകൊണ്ടാണ് 73-ാം സങ്കീർത്തനം 25-ാം വാക്യം, ദൈവമേ സ്വർഗത്തിൽ അങ്ങല്ലാതെ എനിക്ക് ആരാണുള്ളത്, ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ ആരെയും തേടുന്നില്ല. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.
നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ 10 മണി വരെ, 10 മണിക്കാണ് ഈ ജാഗരണം അവസാനിക്കുന്നത്. 10 മണി വരെയുള്ള സമയത്ത് നമ്മൾ ഒരുമിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് പാടി ആരാധിച്ച് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ തുടർന്നുള്ള സമയം ചെലവഴിക്കുകയാണ്. ഒറ്റ കാര്യം പ്രാർത്ഥിക്കണം, ദൈവമേ എനിക്ക് തിരിയണം, എൻ്റെ നോട്ടം തിരിയണം. ഈ ലോകത്തിൽ അല്ല എൻ്റെ നോട്ടം ഇനി വരേണ്ടത്. എനിക്ക് എൻ്റെ ദൈവത്തിലേക്കും സ്വർഗത്തിലേക്കും. എന്താണ് നിത്യജീവൻ? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യം, പിതാവേ അങ്ങയെയും അങ്ങയച്ച ഏകജാതനായ യേശുക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. കുറുക്ക് വഴി ഇതാണ്. നിങ്ങൾക്ക് നിത്യതയിലെത്തണോ? ഒറ്റ വഴിയുള്ളൂ, യേശുവിനെ ഹൃദയം പൂട്ടി കണ്ണടച്ച് കണ്ണും പൂട്ടി ചങ്കോടിട്ട് സ്നേഹിക്കും. സ്വർഗത്തിൽ നമ്മൾ ഉണ്ടാവും. ഇനി എന്തെല്ലാം പോരായ്മയും പരാധീനതയും കുറവും നമുക്കുണ്ടെങ്കിലും നമ്മൾ സ്വർഗത്തിൽ ഉണ്ടാവും. യേശുവിനെ സ്നേഹിക്കുക, യേശുവിന് 1-ാം സ്ഥാനം കൊടുക്കുക, കർത്താവിനെ സ്നേഹിക്കുക, കർത്താവിന് വേണ്ടി ജീവിക്കുക, കർത്താവിന് വില കൊടുക്കുക. ലോകത്തെക്കാളും ദൈവത്തിന് വില കൊടുക്കുക. നമുക്ക് ഇച്ചിരി മുൻകോപം ഉണ്ടെങ്കിലും, നമുക്ക് ഇച്ചിരി കുശുമ്പുണ്ടെങ്കിലും, നമ്മൾ ഇത്തിരി പിണക്കമൊക്കെ വരുന്നവരാണെങ്കിലും സാരമില്ലെന്ന് സ്വർഗത്തിൽ കാണും. സ്വർഗത്തിൽ കാണുമെന്ന് ഉറപ്പാണ്. ഇത്തിരി കുശുമ്പും കുന്നായ്മയൊക്കെ ഉണ്ടെങ്കിൽ സാരമില്ലെന്ന് സ്വർഗത്തിൽ കാണുമെന്ന്. യേശുവിനെ സ്നേഹിക്കും. യേശുവിനെ സ്നേഹിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ അവനെല്ലാം ശരിയാക്കിയിരിക്കും, ഉറപ്പാണ്. കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ നിറയും. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വലിയ സ്നേഹം നമ്മുടെ മേൽ വർഷിക്കുകയാണ്. കർത്താവെ, നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കാൻ കണ്ണടച്ച് നമുക്ക് ഈ പാട്ടിൻ്റെ വരികളോട് ചേർന്ന് പാടാം. ലോകമാണ് എൻ്റെ ആശയെങ്കിൽ ലോകം കടന്നു പോകും, സ്വന്തം ബന്ധങ്ങൾ ഇല്ലാതാവും, നമ്മൾ കെട്ടിപ്പൊക്കിയ മാളികകൾ ഇടിഞ്ഞു വീഴും. കർത്താവെ, നീയാണ് എൻ്റെ ഏക സന്തോഷമെന്ന് തിരിച്ചറിഞ്ഞാൽ, ദൈവത്തെ യേശുവിന് വേണ്ടി ജീവിച്ചാൽ, യേശുവിനെ ആരാധിച്ചാൽ, യേശുവിനെ വില കൊടുത്താൽ, യേശുവിനെ രക്ഷകന്റെ നാഥനുമായി സ്വീകരിച്ചാൽ, കർത്താവിനെ ഹൃദയം പൂട്ടി സ്നേഹിക്കാൻ പരിശ്രമിച്ചാൽ നമ്മൾ നിത്യതയിലുണ്ടാവും. ഈ ജീവിതത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആർക്ക് ഏത് സമയത്ത് മരണം സംഭവിക്കാം. പാലാരൂപതയിൽ ഒരച്ഛൻ ബന്ധുവായ ഒരാളുടെ കല്യാണത്തിന് വന്നിട്ട് ആ വരനെയും വധുവിനെയും കൈപിടിച്ച് വിവാഹാന്തസ്സിലേക്ക് പ്രവേശിപ്പിക്കുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ 42 വയസ്സുള്ള അച്ഛൻ കുഴഞ്ഞു വീണ് അൾത്താരയ്ക്ക് മുമ്പിൽ മരിച്ചു. ആർക്ക് ഏത് സമയത്തും മരിക്കാം, ഏത് സമയത്ത് ഈ ലോകം വിട്ടു പോകാം. എത്ര ആരോഗ്യമുള്ള ആൾക്കും ഏത് സമയത്തും ഈ ജീവിതത്തോട് വിട പറയാം. പ്രിയപ്പെട്ട മക്കളെ, മരണം കഴിഞ്ഞ് സ്വർഗം കാത്തു നിൽക്കണം. നമ്മളെ ഈശോ കാത്തു നിൽക്കണം, മാതാവ് കാത്തു നിൽക്കണം, വിശുദ്ധര് ഗീതങ്ങൾ പാടി കാത്തു നിൽക്കണം. ദൈവമേ, ലോകമാണ് എൻ്റെ ഗേഹമെന്ന് ഞാൻ കരുതി. ദൈവമേ, ഈ ലോക സമ്പാദ്യങ്ങളും നേട്ടങ്ങളുമാണ് എനിക്ക് വലുതെന്ന് ഞാൻ കരുതി. ദൈവമേ, ഈ ലോകത്ത് ഞാൻ കെട്ടിപ്പൊക്കിയ മാളികകളും കൂട്ടിവെച്ച സമ്പത്തുമാണ് വലുതെന്ന് ഞാൻ കരുതി. ഇതാ ഞാൻ തിരിച്ചറിയുന്നു, ലോകമല്ല വലുത്, നീയാണ് വലുത്. ദൈവഭക്തൻ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. 73-ാം സങ്കീർത്തനം 25-ാം തിരുവചനം, അപ്പാ, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഈ ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ ആരെയും തേടുന്നില്ല. എൻ്റെ സർവശക്തനായ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം.